എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പ്രഭാഷകനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഹരിഗോവിന്ദൻ തിരുമേനി കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകനാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഏകദേശം 24-25 തോന്നുന്നു ഇതേ വേദിയിൽ ഭാഗവതം ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധം അതിനെ അഭിമുഖീകരിച്ച് പ്രഭാഷണം നടത്തിയിട്ടുള്ളതാണ്. ഇത്തവണ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്കൊരു സങ്കോചം ഉണ്ടായിരുന്നു. മാസം അധ്യാപകരെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പരീക്ഷകളും ഒക്കെ നടക്കുന്ന സമയമാണ്, കിട്ടുമോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കൃത്യസമയത്ത് എത്തി. അദ്ദേഹത്തിന് തൃശ്ശൂർ ചിന്മയ മിഷന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യും. അതുകൂടാതെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് അറിയാം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ദ്വിതീയ പക്ഷത്തിലെ 29 മുതൽ 33 വരെയുള്ള അധ്യായങ്ങൾ വ്യാസ പഞ്ചാധ്യായിയാണ്. അത് കഴിഞ്ഞ തവണ മുക്തിയെ കുറിച്ചാണെങ്കിൽ ഇത്തവണ ഭക്തിയെ കുറിച്ച് ആണ് നമ്മളുടെ വിഷയം. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, അധിക പ്രസംഗത്തിന് ഒരുങ്ങുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹരി ഓം. ശ്രീ ചിന്മയ സത്വവേദം. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാമേകദന്തമുപാസ്മഹേ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോऽന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്झितकैतवोऽत्र परमो निर्मत्सराणां सतां വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതിർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ.
കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭോ നിർമ്മായ ശയതേതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകസോലം കൃഷിഷ്ട ഭഗവാൻ പചാംസി മേ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത്സ്മരണാത് ഭവേത് ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ യോऽन्तഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ ഒരു തപോഭൂമിയിലെത്താൻ സാധിച്ചു. അത് ചിന്മയാനന്ദ സ്വാമിയുടെയും അതുപോലെ ഗുരുനാഥന്മാരുടെയും ഒക്കെ അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. ഇവിടെയുള്ള സ്വാമിനി അമ്മയ്ക്കും ഈ ഒരു ചിന്മയ മിഷൻ്റെ ഭാരവാഹികൾക്കൊക്കെ ആദ്യം ഒരു നമസ്കാരം, പിന്നെ ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറയണം. കുറച്ച് നേരം ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ അധികമൊന്നും പറയാനില്ല, ശാന്തി അതന്നെ വിഷയമുള്ളൂ, വേറെ വിഷയമൊന്നും ഇല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്, ദുഃഖത്തിൻ്റെ ബാധയില്ലാത്ത സുഖം. സുഖം എന്ന് പറഞ്ഞാൽ അത് രണ്ട് ദുഃഖങ്ങളുടെ ഇടയ്ക്കുള്ള സമയത്തെ നമ്മൾ വിളിക്കുകയാണ് സുഖം എന്ന്. അതല്ല അവിടെ ചോദ്യം. ദുഃഖം ഇനി വരരുത്, അങ്ങനെ പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരവസ്ഥയുണ്ടോ എന്നൊക്കെ ചോദ്യം ആദ്യം ഉദിക്കും. അപ്പോൾ അതിന് ഉത്തരം ഉണ്ട്, അങ്ങനെയൊരു അവസ്ഥ ഉണ്ട്. അതാണ് ശരിക്കും നമ്മുടെ സ്വരൂപം. പക്ഷെ അതിൻ്റെ മുകളിലൊരു മങ്ങലുണ്ട്, ചെറിയൊരു മറ. അതുകൊണ്ട് ആ ഒരു തെളിച്ചം വേണ്ടതുപോലെ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അറിഞ്ഞ് പുഞ്ചിരിക്കാൻ പറ്റാത്തത്. നമ്മളൊക്കെ ചിരിച്ച് ഇരിക്കേണ്ടവരാണ്, പക്ഷെ അധികം നമ്മൾ ചിരിക്കാൻ മറന്നു പോവുക ചെയ്യുക. നമ്മൾക്ക് കണ്ടു കഴിഞ്ഞ ഒരു 10 ചാക്ക് സിമൻറ്റ് തലയിൽ വെച്ചതുപോലെ തോന്നും. ഒന്നുമില്ല, എന്നാലും അങ്ങനെ ശീലം കൊണ്ട് പ്രാരബ്ധം എന്നൊക്കെ പറഞ്ഞ് കുറേ കെട്ടുകളായിട്ട് നടക്കുകയാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങൾ. ശരിക്കും അങ്ങനെയല്ല, ശരിക്കും നമ്മൾ സന്തോഷിച്ചിരിക്കുന്നവരാണ്. അപ്പോഴാണ് ചോദ്യം വരിക, ആത്മസ്വരൂപം ആനന്ദമാണെങ്കിൽ എന്തുകൊണ്ട് അത് പ്രകടമാകുന്നില്ല? ഈ ഒരു ചോദ്യം വരും. ഞാൻ ആനന്ദസ്വരൂപിയാണ് എങ്കിൽ കണ്ടാൽ തോന്നണില്ലല്ലോ. കണ്ടാൽ തോന്നണ്ടേ? കണ്ടാൽ നമുക്ക് ദുർവാസാവായിട്ടാണ് തോന്നുന്നത് ഛായയിൽ. പക്ഷെ ഉള്ളിൽ ആനന്ദസ്വരൂപി പറഞ്ഞിട്ട് കാര്യമില്ല. പുറമേക്ക് പ്രകടമാവില്ല. പുറമേക്ക് പ്രകടമാവുണ്ടോ ഇല്ലേ നോക്കണ്ട. ചില സ്വാമിമാരെ കണ്ടാൽ നമുക്ക് തോന്നും ആകെ ദുഃഖിച്ചിരിക്കുകയെന്ന്. ചിലരുടെ മുഖം അങ്ങനെ ഇരിക്കും. അല്ല, അവർ ഉള്ളിൽ നല്ല സന്തോഷം ഉണ്ടാവും. ചിലർ തിരിച്ചുകൊണ്ടാവിട്ടോ. ചിലരെ കണ്ടാൽ നല്ല സന്തോഷമായിട്ടിരിക്കുക, തോന്നും ഉള്ളിൽ തീയ നല്ലോണം അഭിനയിക്കാൻ പഠിച്ചവരാവും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലുള്ള ആ ഒരു വിഷമം പുറമേക്ക് കാണിക്കാതെ പുഞ്ചിരി അഭിനയിക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല വിഷയം എന്നർത്ഥം. പുറമേക്ക് കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നുമല്ല ഘടകം. സമാധാനമായിട്ടിരിക്കുക. ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. അത് എന്തുകൊണ്ട് പുറമേക്ക് പ്രകടമാവണില്ല ചോദിച്ചാൽ നല്ല ഉദാഹരണം ഉപനിഷത്തിൽ തന്നെ കാണാം. നല്ല വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, നല്ല വെളിച്ചമുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ മുകളിലൊരു ചില്ല് ഗ്ലാസ് വെച്ചാലോ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്നാലും ആ ചില്ല് ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ എന്ത് വരും? ഈ പ്രകാശം നമുക്ക് കാണാം. സംഭവിച്ചു. അതിൻ്റെ മുകളിലൊരു ചുവന്ന പെയിൻ്റ് അടിച്ചാലോ കുറച്ച് മങ്ങലേറ്റും, അല്ലേ? കുറച്ച് മങ്ങലേറ്റും. അപ്പോഴും കുറേശ്ശൊക്കെ കാണുമായിരിക്കും. ആ ചുവന്ന പെയിൻറ്റിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒരു കറുത്ത പെയിൻറ്റും കൂടി അങ്ങോട്ട് അടിച്ചാലോ പിന്നെ നോക്കണ്ട, ആ വെളിച്ചം പുറമേക്ക് കിട്ടില്ല. പക്ഷെ ഉള്ളിലില്ല പറയാൻ പറ്റില്ല. ഉള്ളിൽ വെളിച്ചമുണ്ട്, നമുക്കൊക്കെ ഉള്ളിൽ വെളിച്ചമുണ്ട്. അതിൻ്റെ പുറമെയുള്ള ചില്ല് ഗ്ലാസ്, ഇതാണ് സത്വഗുണം. സത്വഗുണമുള്ളവർക്കും അത്യാവശ്യം തെളിച്ചമൊക്കെ ഉണ്ടാവും. പുറമേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വെളിച്ചം കാണാം. പക്ഷേ വേറൊരു വിളക്ക് കത്തിക്കാൻ പറ്റില്ല, ഗ്ലാസ് ഉണ്ടല്ലോ. വേറൊരു വിളക്ക് കത്തിക്കാൻ പറ്റില്ല, അങ്ങോട്ട് എത്തില്ല. അതിൻ്റെ മുകളിൽ ചുവന്ന പെയിൻ്റ് അടിച്ചു പറഞ്ഞാൽ രജോ ഗുണം എന്നാണ്. അപ്പോൾ ഒന്നും കൂടിയും നമുക്ക്
പലതരത്തിലുള്ള ഇളക്കങ്ങളുണ്ടാവും, സ്വസ്ഥമായിട്ടിരുന്ന് പ്രഭാഷണം കേൾക്കാൻ പറ്റില്ല, മൊബൈൽ നോക്കണം തോന്നും. ആരും വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും നീ കേടായോ മൊബൈൽ, ആരും വിളിക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കും. രജോ ഗുണക്കാരുടെ ഒരു പ്രകൃതമാണ്. ഒന്നും തെറ്റല്ലോ കേട്ടോ, ഒക്കെ ആവാം. അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കില്ല. ഇരിക്കണം എന്നൊക്കെ കരുതി ഇരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കത് സാധിക്കാണ്ട് പോകും. ചുറ്റും നോക്കും, ഇളകും, പൊന്തും, എണീറ്റ് പോവും. ഇവിടെ ഇരിക്കുമ്പോൾ ചെരുപ്പ് ആരെയും കൊണ്ടുപോകാനുള്ള പേടിയാവും. സത്വഗുണക്കാർക്ക് അങ്ങനെ പേടിയില്ല, പോയാൽ വേറൊന്ന് വാങ്ങാമെന്നേ വിചാരിക്കുള്ളൂ. അവർക്കങ്ങനെ പരിഭ്രമമില്ല. അതാണ് വ്യത്യാസം. അതാണ് ചുവന്ന പെയിൻറ്റ്. ഇനി കറുത്ത പെയിൻറ്റ് പറഞ്ഞാൽ തമോ ഗുണമാണ്. അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അവർക്ക് പരദ്രോഹ ചിന്തയാവും ഉണ്ടാവുക. ഇവിടെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള വിചാരമാവും. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, എടുക്കാൻ പറ്റിയത് നോക്കുക, പോണ വഴിക്ക് അത് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ പലതരക്കാരും വരും. ഇതൊക്കെ കൂടിയതാണ് ലോകം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള വഴിയാണ് ശാസ്ത്രമൊക്കെ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ശാസ്ത്രമാണ് ഉദ്ദേശിച്ചത്. ഒക്കെ ഈ ഒരു സത്യത്തെ എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ള വഴികൾ ആചാര്യന്മാർ പല മട്ടിലത് പറയും. അതാണ് ഇത്രയൊക്കെ ഉപനിഷത്തുകൾ. ഇതിനിപ്പോൾ ഇത്രയൊക്കെ ഉപനിഷത്തുകൾ പല മട്ടിൽ പറയുകയാണ്. കാരണം നമ്മളൊക്കെ പലതരക്കാരാണ്. ഭിന്ന രുചിർഹി ലോകാഹ. കാളിദാസൻ പറയും എല്ലാവർക്കും ഒരേ രുചിയല്ല എന്ന് പറഞ്ഞ അർത്ഥം എല്ലാവർക്കും ഒരേ താല്പര്യമല്ല. ആണോ? എല്ലാവർക്കും ഒരേ സിനിമ ഇഷ്ടമാണ്. ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ വരില്ല. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമല്ല. ചിലർക്ക് ചില നടനെയാണ് ഇഷ്ടം, ചിലർക്ക് ആ നടനെ വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ അർത്ഥം വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. അതിൽ സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ്, അഭിനയിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എല്ലാവർക്കും ഒരേ രുചി ഇഷ്ടമായിക്കൊള്ളു. എല്ലാവരും ഒരേ സാരി എടുത്ത് വരുന്നുണ്ടോ? അങ്ങനെ വന്ന ഒരു രസമല്ലേ, സ്കൂളിൽ പോയ പോലെയാവും മുഴുവൻ. അങ്ങനെയാ വയ്യ. അതങ്ങനെ പല കളറിലിരിക്കുന്നത് തന്നെയാണ് രസം. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഒരു രുചിയല്ല. അതും ഒരാൾക്ക് തന്നെ ഓരോ ദിവസവും രുചി മാറും. ഇന്നെനിക്ക് പ്രഭാഷണം കേൾക്കാനല്ല ഇഷ്ടം, ഇന്ന് ധ്യാനിച്ചിരിക്കാനാണ് ഇഷ്ടം, നാളെ ഭജന പാടാൻ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. മറ്റുള്ളവർ ദ്രോഹിക്കാണ്ടിരുന്നാൽ മതി, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ദ്രോഹിക്കാൻ ഇഷ്ടച്ചാൽ അത് അടി കിട്ടാത്ത കേസാണ്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഭജന പാടി, നാമം ജപിക്കുകയും പ്രഭാഷണം കേൾക്കുക, ഇനി പറയുകയെ ഒന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്ക് രുചി മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. ഇന്നലെ ഇവിടുത്തെ സാരി ഇനി ആയിക്കൊള്ളുന്നില്ല, ഇന്ന് ശനിയാഴ്ച കറുത്ത സാരി, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചില ദിവസം അങ്ങനെ ഒക്കെ നോക്കിയിട്ടൊക്കെ കൊടുക്കും. തെറ്റൊന്നുമില്ല. അതൊക്കെ ഓരോ രുചിയാണ്, ഓരോ സമയത്ത് ഓരോ രുചി. അതുകൊണ്ട് രുചി വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഈ ഒരു ശാന്തി അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കാരുണ്യമൂർത്തികളായ നമ്മുടെ ഋഷീശ്വരന്മാർ പല രീതിയിൽ ഒരേ കാര്യം പറയുകയാണ്. പല പദ്ധതികളുണ്ട്. ഒക്കെ ഒന്ന് തന്നെ. അമ്പലത്തിലേക്ക് കയറാൻ പല നടകളും ഉണ്ടാവും. തെക്കേ നട, വടക്കേ നട, കിഴക്കേ നട, പടിഞ്ഞാറേ നടയൊക്കെ ഉണ്ടാവും. ഉള്ളിൽ കയറിയാൽ എല്ലാവരും ഒരുമിച്ച് കാണാം. ഉള്ളിൽ കയറിയാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ ആശ്രമങ്ങളുണ്ട്, കുറേ ഗുരുനാഥന്മാരുണ്ട്. പക്ഷേ ഒരേ ആശയമാണ്, ഒരേ സംഗതിയാണ് പറയണത്. എല്ലാവരുടെയും ഉദ്ദേശം ശാന്തിയാണ്. എന്താണ്? ശാന്തി. അപ്പോൾ അത് ആദ്യം ശാന്തി വേണം എന്നുള്ള വിചാരം ഉണ്ടാവണം. എന്താ വേണ്ടത്? ആദ്യം വേണമല്ലോ. ശാന്തി വേണം എന്നുള്ള വിചാരമില്ലാത്ത അയാളോട് ശാന്തിയെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം നമ്മുടെ കയ്യിലുള്ള പാത്രം ഒന്ന് മലത്തി വെക്കണം. അപ്പോഴേ മഴ പെയ്താൽ വെള്ളം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇനി അതിവൃഷ്ടി നടന്നിട്ടും കാര്യമില്ല, അവിടെ പാത്രം കമഴ്ത്തി വെച്ചാൽ ഒരു തുള്ളി വെള്ളം അതിൽ നിൽക്കില്ല. വേണം എന്നുള്ള വിചാരം ഉള്ളവന് മാത്രമേ ഇവിടെ ഋഷീശ്വരന്മാരും ശാസ്ത്രമൊക്കെ അനുഗ്രഹിക്കുള്ളൂ. അതല്ലാതെ കയ്യിൽ പുസ്തകം ഉള്ളത് കൊണ്ടോ വീട്ടിൽ വെച്ചുകൊണ്ടൊന്നും കാര്യം ഇല്ല. എന്നാൽ പറയുമ്പോൾ അങ്ങനെ പറയില്ല കേട്ടോ. വാങ്ങി വെച്ചോളൂ, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയും. നിങ്ങൾ വായിച്ചില്ലെങ്കിലും മക്കൾ വായിച്ചാലും അറിയാണ്ടെങ്ങാനും അറിയാണ്ടെങ്ങനെ പോകും. അതാണ് നമുക്ക് പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ പല ദിക്കിലും പോയി കഴിഞ്ഞാലൊക്കെ അങ്ങനെ പുസ്തകങ്ങളൊക്കെ കാണുന്ന ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവരും വായിച്ചോളുന്നില്ല. അതിലെ ഏതെങ്കിലും ആ പരമ്പരയിലത്തെ ഒരു ജീവന് ഇത് തുടരണം തോന്നിയാലോ. അതുകൊണ്ട് വാങ്ങി വെച്ചോളൂ, തെറ്റില്ല. പക്ഷെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മളെ അനുഗ്രഹിക്കും. മുത്തശ്ശൻ വായിച്ചുകൊണ്ട് എനിക്ക് കാര്യമില്ല ഉണ്ടോ? മുത്തശ്ശൻ പഠിച്ചു എന്താ കാര്യം? എനിക്ക് തണുപ്പുണ്ടാവില്ല. മുത്തശ്ശൻ ആനപ്പുറത്ത് ഇതിൻ്റെ കാര്യമില്ലല്ലോ. ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് കാര്യമുള്ളൂ. അർജുനൻ ഗീത കേട്ടു എന്നുള്ളതുകൊണ്ട് പരീക്ഷത്തിന് കാര്യമായോ? ഇല്ല. പരീക്ഷത്തിന് വേറെ തന്നെ ശ്രീശുവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യമായില്ലെന്ന് ചോദിച്ചാൽ ആ പരമ്പരയിൽ വന്നത് വലിയ കാര്യമാണ് കേട്ടോ. അത് കാര്യമാണ്, അല്ല പറയണില്ല. നമ്മളിപ്പോൾ തൃശ്ശൂർ പെട്ടത് നന്നായില്ലേ, ഇവിടെ വന്നിരിക്കാൻ പറ്റിയില്ലേ, ഈ ആശ്രമത്തിൻ്റെ അടുത്തും അല്ലേ, അങ്ങനെ അതൊക്കെ കാര്യമാണ്. അല്ലാന്നല്ല. ഇതിന് ചുറ്റുപാടുള്ളവരൊക്കെ വരാറുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടത് കാര്യമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു സുഹൃത വിശേഷം എന്ന് പറയാം. ഏതോ ഒരു സുഹൃത വിശേഷം കൊണ്ടാണ് പുണ്യത്തിൻ്റെ പരിഭാഗമാകുമ്പോൾ ഈ വക വിഷയങ്ങളിലൊക്കെ ഒരു ജീവന് രുചി വരും. എന്തുവരും? ഒരു താല്പര്യം. ഉണർന്നിരുന്ന് കേൾക്കാൻ തോന്നും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട്. അധികം ഉറങ്ങിയിട്ടൊക്കെ കേൾക്കുക, പക്ഷേ എപ്പോഴോ ഒരു ശുഭമുഹൂർത്തത്തിൽ ഉണർന്നിരുന്ന് കേൾക്കാൻ തോന്നുക.
പണ്ട് നമ്മൾ നിസ്സാരെന്ന് കണക്കാക്കിയ വിഷയം അത് നിസ്സാരമല്ല, അത് ജീവിതത്തിൽ ഇതാണ് പ്രധാനം എന്നൊരു പോയിന്റിൽ തോന്നിയാൽ രക്ഷപ്പെട്ടു. തോന്നിയിട്ടില്ല, ആവട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞാൽ തോന്നിയിരിക്കും. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത്, അങ്ങനെയാണ് ഉപനിഷത്ത് പറയാം. പരീക്ഷ ലോകാൻ, കുറേ ലോകത്തിൽ അങ്ങനെ പരീക്ഷിച്ചു, എന്നിട്ടോ നിർവേദം, വിരക്തി, നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തി, ഇത്രയൊക്കെയുള്ളൂ എന്നങ്ങോട്ട് മനസ്സിലാവുമ്പോൾ പിന്നെ നമുക്ക് അതിനോടുള്ള താല്പര്യം നിൽക്കും. പലതിനോടുള്ള താല്പര്യം നമുക്ക് നിന്നില്ലേ? ഇല്ല. ടി വി ഒന്നും കാണാൻ പണ്ടത്തെ പോലെ തോന്നാറില്ലല്ലോ. പണ്ടൊക്കെ സീരിയൽ വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പം അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. മൊബൈൽ അങ്ങനെ വല്ലാണ്ട് നോക്കണില്ല. കുറച്ച് നേരമെങ്കിലും നോക്കാണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. തീരെ നോക്കണില്ല എന്നും പറയണില്ല, പക്ഷെ എന്നാലും കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ സാധിക്കും. പണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴോ പണ്ട് ഇരുന്നാലും ഉറങ്ങിപ്പോവായിരുന്നു. ഇപ്പം അങ്ങനെ വല്ലാണ്ട് അറിയില്ല, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്നാലും അങ്ങനെയായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പം ആയിക്കോട്ടെ, എന്നാലും ഇത്ര നേരം കിട്ടിയില്ലേ. മറ്റേത് ഗുരു ബ്രഹ്മ കേൾക്കുമ്പോഴേക്കും നമുക്ക് താരാട്ടുപാട്ട് പോലെ തോന്നുമായിരുന്നു. ഇപ്പം അത്രയില്ല. ഇപ്പം അത് കുറച്ചൊക്കെ കേട്ടിരിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തോന്നുന്നുണ്ട്. പണ്ട് പറയുന്ന സമയത്ത് എന്തോ പറയണതായിട്ടാണ് തോന്നിയിരുന്നത്. ഞാൻ എൻ്റെ കാര്യം പറയട്ടോ, ഇയാളെന്താ പറയണത്, എന്തോ ഇങ്ങനെ പറയും, ഒരു ആവശ്യമില്ലാത്ത കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉപകാരമില്ലാത്തൊരു വിഷയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ അതേ വിഷയം പിന്നെ കേൾക്കുമ്പോൾ അല്ല, ഇതാണ് കാര്യം കേട്ടോ, ആവശ്യമില്ലാത്തതല്ലത്, ഇതാണ് ആവശ്യമുള്ളത്. അത് കേൾക്കാനുള്ള പക്വത അന്ന് എനിക്കില്ലാത്തത് കൊണ്ടാണ്. അന്നെനിക്ക് ഇത്ര ഈയൊരു നിഷ്കളങ്ക മനസ്സ് അന്നില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാവും. അത് കുറച്ച് കഴിയുമ്പോൾ രുചി വരികയാണ്, നമ്മളതിന് പക്വത നേടുകയാണ്. അല്ലാതെ ഗുരുനാഥനൊക്കെ പറയണത് തന്നെയാണ് പറയുക. പല സ്വാമിമാർ നോക്കിക്കഴിഞ്ഞാൽ അവർ പണ്ട് പറഞ്ഞത് തന്നെയാണ്, ഇപ്പോൾ 35 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെയാണ് പറയണത്. പക്ഷെ കേൾക്കാൻ ആളുണ്ടാവട്ടോ എല്ലാ കാര്യം, പറയണത് ഒരേ കാര്യമാണ്. അവർക്ക് പറച്ചിൽ പിന്നെ എന്താ മാറ്റം, മഹാവാക്യങ്ങളല്ലാണ്ട് പിന്നെ എന്താ പറയാനുള്ളത്, പുതുതായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വിഷയം ഒന്നേ ഉള്ളൂ, ശാന്തി, സമാധാനം. പക്ഷേ അത് പലതരത്തിൽ പറയുക. അങ്ങനെയാണ് പുരാണങ്ങളൊക്കെ, പല രീതിയിൽ പറയും. അവനവന് ഇഷ്ടമുള്ള പുരാണം സ്വീകരിക്കാം. സാത്വികമായ പുരാണമുണ്ട്, രാജസമായ പുരാണമുണ്ട്, താമസമായ പുരാണമുണ്ട്. ഏതൊക്കെയാണ് ചോദിക്കരുത്, അത് പറയില്ല. അത് ആചാര്യന്മാർ പറയില്ല. നമ്മൾ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അധിക്ഷേപിക്കരുത്. അതൊരു സമ്പ്രദായമാണ്. നമ്മൾ കാര്യങ്ങൾ പറയുക, അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പുരാണങ്ങളൊക്കെ എഴുതിയത് ഒരു വ്യക്തി തന്നെയാണ്. അത് ഓരോ തരക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഇല്ലേ? ഓരോരുത്തർ ഹോമിയോ മരുന്നുണ്ട്, ഇല്ലേ? ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇത് 3 ഉപയോഗിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട്, ഇല്ലേ? ചിലതൊന്നുകൂടി സുഖമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതാണ് കേമം മോശം എന്നൊക്കെ ചോദിച്ചാൽ അത് അവനവൻ്റെ പ്രാപ്തി പോലെയാണ്, അവനവൻ്റെ താല്പര്യം പോലെയാണ്. കുറേ പുരാണങ്ങളുണ്ട്, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഭാഗവതം ശ്രേഷ്ഠം, ബാക്കിയുള്ളതൊക്കെ മോശം എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. അതൊന്നും പറയണ്ട. എനിക്ക് കുറച്ച് രുചി ഇതിൽ തോന്നുന്നുണ്ട്, ഇതാകുമ്പോൾ വല്ലാണ്ട് ഉറങ്ങാണ്ട് ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യം. നമുക്കുണ്ട് കരുതി ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിക്കോളും. ഇത് കേട്ട് ഉറങ്ങണവരുണ്ട്. അപ്പം അവനവൻ്റെ താല്പര്യമുള്ളൊരു വിഷയം എടുത്ത് ഉദ്ദേശം സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് വെച്ച് നിൽക്കരുത്. തൽക്കാലം സമാധാനമായിട്ടിരിക്കണു, ഇത് കഴിഞ്ഞാൽ പിന്നെയും ദുഃഖം, അതുകൊണ്ട് വലിയ കാര്യമില്ല. ചെറിയ കാര്യമുണ്ട്, എന്നാലും വലിയ കാര്യമില്ല. അത് ഉറങ്ങിയാലും മതിയല്ലോ, ഇല്ലേ? അതുപോലെ കച്ചേരി കേട്ടാൽ പോരെ, 2.5 മണിക്കൂർ അങ്ങനെ ഇരുന്ന് അങ്ങനെയൊക്കെ മറന്ന് അങ്ങനെ ഇരിക്കാം. അതുപോലെ തന്നെയാണോ പ്രഭാഷണം? അല്ല. സത്സംഗത്തിൽ കച്ചേരി മോശം പറഞ്ഞിട്ടില്ലേ, അത് വേറെ. അത് കേൾക്കുമ്പോൾ രസമൊക്കെ ഉണ്ട്, സാത്വികമാണെങ്കിലൊരു ആനന്ദമുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിലൂടെ ആത്മജ്ഞാനമൊന്നും കിട്ടില്ല. പക്ഷേ തത്വവിചാരം കൊണ്ട് അങ്ങനെയല്ല. അത് ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങും. അജ്ഞാനം നീങ്ങി കുറച്ച് കാര്യം മനസ്സിലാവും, തെളിയും, ബുദ്ധി തെളിയും. അങ്ങനെ ഒരു ഗുണം എന്തിനുണ്ട്? സത്സംഗത്തിനുണ്ട്. 2 വ്യത്യാസം. മറ്റേ സത്സംഗം തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷേ അത് ആത്മജ്ഞാനത്തിന് സഹായിക്കും, ഇല്ല പറയില്ല. ഒരു കച്ചേരിയൊക്കെ കേട്ടിട്ട് പ്രഭാഷണം കേൾക്കുമ്പോൾ ഒന്നുകൂടി മനസ്സ് ഏകാഗ്രമാവും. അതുണ്ട്, ഇല്ല എന്നും പറയണില്ല. അപ്പം അതൊക്കെ വഴി മാത്രമാണ്. ഇതാണ് ലക്ഷ്യം, ശാന്തി. അപ്പോൾ ശാന്തി പ്രധാനമാണോ? അതെ, ശാന്തിയാണ് പ്രധാനം. ചുരുക്കി പറഞ്ഞാൽ ഗീതയുടെ ആശയം എന്താ ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അശാന്തസ്യ കുതസുഖം, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും സുഖമാണ് വിഷയം, അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. പക്ഷെ ഇത് എവിടെ ഇരിക്കണമെന്ന് നിശ്ചയില്ല. ശാന്തി ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? സുഖമാവുള്ളൂ. നമുക്കതറിയില്ല. നമ്മൾ സുഖിക്കാനുള്ള വസ്തുക്കളുടെ പിന്നാലെ ഓടി നടക്കണു. കുറേ വസ്തുക്കൾ നമ്മൾ വാങ്ങി വയ്ക്കുന്നു. പക്ഷേ വസ്തുക്കൾ വാങ്ങി വയ്ക്കുന്തോറും സമാധാനം കൂടെ കുറയാണ്. പിന്നെ അത് നോക്കണം എന്നുള്ള അവസ്ഥയായി. അത് കേടായ വിഷമമായി. അയാളുടെ വീട്ടിൽ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചപ്പോഴോ പോരാ. അവിടെ കാണുമ്പോൾ രസം, അവിടെ എത്തിയപ്പോൾ രസം പോയി. 2 ദിവസം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടിയാവും. ആ വസ്തുവിനോടുള്ള താല്പര്യം പോയി. പിന്നെ വേറൊന്നും കണ്ട് അതിനോട് മോഹം. ആ മോഹം ഉള്ളിലുള്ള അജ്ഞാനമാണ്, വസ്തുവിനോടുള്ള താല്പര്യമല്ല. എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ കിട്ടിയില്ല, അതാണ് ദുഃഖത്തിന് കാരണം.
അത് കിട്ടിയ ഒരാൾക്ക് ഇനി ഒന്നുമില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കൗമീനം പോലും അവർക്ക് ആവശ്യമില്ല. ഒക്കെ തൻ്റെ എന്നുള്ള വിചാരമാണ്. എന്താണ്? ചക്രവർത്തിയാണ് അദ്ദേഹം, ഇതാണ് വലിയ സാമ്രാജ്യം, ഇതൊക്കെ എൻ്റെ എന്നുള്ള ആൾക്ക് ഇപ്പം അയാൾക്ക് ഇനി ഫയലിൽ എഴുതി അളമാരിൽ വെക്കേണ്ട ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ശാന്തിയാണ് മുഖ്യം. ശാന്തി ഉള്ളവന് മാത്രമേ സമാധാനം, അല്ലെങ്കിൽ അയാൾക്ക് മാത്രമേ സുഖം ഉള്ളൂ. സുഖം എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങൾ ആസ്വദിച്ച് അനുഭവിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ശാന്തി വേണമെന്നർത്ഥം. ഈ പ്രഭാഷണം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മളിത് സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ വന്നിരിക്കുക. സമാധാനം ഉണ്ടാവുമോ? 2 മണിക്കൂർ കഴിഞ്ഞാൽ റിപ്പോർട്ട് വരും, വാട്സപ്പിൽ അയക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇരുന്നാൽ സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാവും. അതൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന ആൾക്ക് ഉണ്ടാവും കേട്ടോ. കൊടുത്തു, അതിനിപ്പം ഏത് സ്റ്റേജായാലും കുഴപ്പമില്ല. 3rd സ്റ്റേജാണ് ആയിക്കോട്ടെ, 4th സ്റ്റേജാണ്, വളരെ സന്തോഷം. അല്ലാതെ എന്താ ഇത് കേൾക്കുക, ഇത് കേട്ടിട്ടല്ലേ പോകുള്ളൂ എന്ന് വിചാരിക്കും ആര്? അങ്ങനെയൊക്കെ എത്തിയ ആൾ. നമ്മളിപ്പോൾ അത്രയൊക്കെ എത്തിയോളുള്ളത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ പക്ഷേ അത്ര പറ്റിക്കോളന്നില്ല. കാരണം സമാധാനമില്ല. നമ്മളങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പം ഈ പറയണത് പോലും കേട്ടോളന്നില്ല. ഇനി കേട്ടാലും വിഷയമുണ്ട്. ഇളകിക്കൊണ്ടിരിക്കുന്ന ആൾ കേട്ടാൽ തെറ്റിദ്ധരിക്കും. ഈ പറയണതൊന്നുമല്ല മനസ്സിലാക്കുക. നമുക്കൊക്കെ അത്രയോ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവരിതൊന്നും ഒന്നും കേട്ടില്ല. പറയാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതൊന്നല്ല അവർ മനസ്സിലാക്കിയതെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. എന്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോകും. കാരണം അത് നമുക്കാകെ വിഷമാവും. അയ്യോ ഇത്ര നേരം പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിക്കാനുണ്ടായത് തോന്നിപ്പോവും. അപ്പം അതുകൊണ്ട് അത്രയൊക്കെയുള്ളൂ ഇതിൻ്റെയൊക്കെ കഥ. അപ്പോൾ എങ്ങനെയായാലും സമാധാനമായിട്ടിരിക്കുക, അതാണ് വളരെ പ്രധാനം. ഈ ഒരു ആശയം തന്നെയാണ് ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. അതിൽ ഇത് പല ഗ്രന്ഥങ്ങളും ഈ ഒരു ശാന്തിയെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ കുറച്ചധികം ഇക്കാലത്ത്, അധികം എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് ഒന്നും കൂടി സൗകര്യം അത് ഭാഗവതമാണ്. കാരണം അതിലെ ഉപമകൾ, ഉപകഥകൾ, മഹാത്മാക്കളുടെ കഥ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഇത്ര സ്വീകാര്യത. ഭഗവത്ഗീത കേമാണ്. ഭാഗവതത്തിൽ മഹാത്മത്തിൽ പറയും, ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യൂ? ഇനി ഗീത വായിക്കും. ഭാഗവതം കേട്ട് ഒരു പ്രാപ്തി വന്ന ഒരാൾക്ക് ഗീത പറ്റും. അത് തന്നെ ഗീത വായിച്ച് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത്രയാണ്. അതാണ് ചെറിയ കുട്ടികളെ ഗീത വായിച്ചാൽ മതി പറയും, അർത്ഥം പഠിക്കരുത് പറയും. കാരണം അർത്ഥം പഠിച്ചാൽ എന്താ കുഴപ്പം ചോദിച്ചാൽ, ഗീതയിൽ എന്താ പറഞ്ഞത്? നാളെ ഒരാൾ പറഞ്ഞു, ഗീതയെ പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ, എന്നിട്ടോ യഥേച്ഛസി തഥാ ഗുരു. അങ്ങനെയല്ല, എല്ലാ ധർമ്മവും ഒഴിവാക്കുക, എന്നിട്ടോ എന്താ തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യുക. അത് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ശ്ലോകം. അത് ഇവിടുന്ന് ലേച്ചെടുത്തിട്ട്, അത് മാത്രമല്ല 1-ാമത്തെ അധ്യായം വായിക്കേണ്ട സമയത്ത് 1-ാമത്തെ അധ്യായം വായിക്കാവൂ, 2-ാമത്തെ അധ്യായം വായിക്കുമ്പോഴേ വായിക്കാവൂ. ആദ്യം പോയി 18-ാമത്തെ അധ്യായം വായിച്ച് ചിലപ്പം എല്ലാ ധർമ്മവും ഒഴിവാക്കിയത് വരും. അവർ ഈ ന്യായം പറയും. ഞാനിപ്പോൾ അച്ഛനെയും നോക്കാറില്ല. എന്താ കാരണം? സർവധർമാൻ പരിത്യജ്യ എന്ന് നിങ്ങളുടെ ഒരു പേരപ്പം പറഞ്ഞിട്ടില്ലേ? മനസ്സിലായില്ലേ? ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് +2 എത്തുമ്പോൾ മാത്രമേ അവിടെ ഇരിക്കാവൂ. അല്ലാതെ LKG കുട്ടി +2 പോയിരുന്നത് എങ്ങനെ ഉണ്ടാവും? അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രം ക്രമത്തിൽ പഠിക്കണം എന്ന് തന്നെ പറയും. ഏത് ശാസ്ത്രം, ഭാഗവതമാണെങ്കിലൊക്കെ അത് ക്രമത്തിൽ ചില സ്കന്ധം മാത്രമൊക്കെ എടുത്ത് പഠിക്കും. അത് അത്ര ശരിയല്ല എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. കാരണം ഇത് പടിപടിയായിട്ട് ഉയർത്തുകയാണ്. ഒരു സിലബസ് ഉണ്ട്, അതിനെല്ലാം ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ക്രമത്തിൽ തന്നെ അങ്ങനെ പഠിച്ച് പോരുമ്പോൾ മാത്രമേ നമുക്ക് പക്വത വരും. ഓരോ ദിവസമായിട്ട് നമ്മളെ പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുവരികയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ ദിവസം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണോ 7-ാം ദിവസം പറഞ്ഞത് നമുക്ക് തോന്നും. ഇത് തോന്നുന്നത് അർത്ഥം അത്ര പക്വത ഇല്ല എന്നാണ്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, അല്ല അത് ആ സമയത്ത് അതായിരുന്നു ശരി, ഇപ്പം ഇതാണ് ശരി. സ്വധർമ്മം അനുഷ്ഠിക്കണം അർജുന എന്നാണ് ഭഗവാൻ ആദ്യം അർജുനോട് പറഞ്ഞത്. അവസാനം പറയുകയാണ് സർവധർമാൻ പരിത്യജ്യ. ഇത് വിരോധമല്ലേ എന്ന് തോന്നാം, അല്ല, അത് ആ പടിപടിയായിട്ട് പഠിക്കുമ്പോഴേ അറിയുള്ളൂ എന്നർത്ഥം. അപ്പോൾ എന്തിനിപ്പോൾ ഇത് പറഞ്ഞു? ആ ഭാഗവതം, അതിലേക്ക് വരാൻ. ഇപ്പോൾ ഗീത, ഭാഗവതം, രാമായണം ഇങ്ങനെയൊക്കെ പല ഗ്രന്ഥങ്ങളും ഉണ്ട്. പുരാണം തന്നെ കുറേ ഉണ്ട്, മഹാഭാരതം, ഇതിഹാസം അല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും അതിൽ ഈ ഭാഗവതമാകുമ്പം കുറച്ചും കൂടി സൗകര്യമുണ്ട്. 335 അധ്യായങ്ങളേ ഉള്ളൂ. മാത്രമല്ല ഗീതയിൽ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ അങ്ങനെ വ്യക്തികളുടെ പേരും ആസ്ഥിത ജനകാദയ അത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ പേര് പറയുകയാണെന്ന് വെച്ചാൽ ജനകൻ മുതലായവർ എന്നല്ലാണ്ട് വേറെ പേരൊന്നും കാണില്ല. എന്നാൽ ഭാഗവതത്തിൽ അങ്ങനെയല്ല. അത് 1-ാമത്തെ സ്കന്ധം മുതൽ ആരൊക്കെ വരുന്നുണ്ട്? വ്യാസർ വന്നു, നാരദർ വന്നു, ശമീകരൻ വന്നു, ശൃംഗി വന്നു, പിന്നെ പരീക്ഷത്ത് വന്നു, പിന്നെ അങ്ങോട്ട് തുടങ്ങി വിതുരൻ, ഉദ്ധവൻ, മൈത്രേയർ, അങ്ങനെ പലരും വന്ന് അങ്ങനെ അവസാനം വരെ ധാരാളം പേരെ നമുക്ക് പരിചയപ്പെടാം, മഹാത്മാക്കളെ. അപ്പം ഇങ്ങനെ ലളിതമായി കൊടുക്കുന്ന ഒരു രീതിയാണ് ഭാഗവതം. അതൊരു ഹോമിയോ ഗുളിക പോലെ ഒന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ മധുരം ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ
ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ നമുക്ക് ഈ ഒരു ഈശ്വരനെ അനുഭവിക്കുക. പക്ഷെ അതിൽ കുഴപ്പം എന്താ ചോദിച്ചാൽ, മധുരത്തിൽ ചാലിച്ചിട്ട് അല്ലെങ്കിൽ നല്ല കയ്പുള്ള ഗുളികയാണ്, അത് ഉള്ളിലെത്തിയാലേ അസുഖം മാറുള്ളൂ. അപ്പോൾ അത് മധുരമാകുന്നൊരു പൊതിയിൽ വെച്ചിട്ട് തരികയാണ് ഭാഗവതം. കഥകളുണ്ടാവും, പലതുണ്ടാവും, ഉപകഥകളുണ്ടാവും, ഉദാഹരണങ്ങളുണ്ടാവും. ചില സാമർഥ്യമുള്ള കുട്ടികൾ എന്ത് ചോദിച്ചാൽ ഈ മിഠായി കഴിച്ചിട്ട് അവരെന്ത് ചോദിച്ചാൽ ആ മധുരം മാത്രം എടുക്കും, എന്നിട്ട് പോണ വഴിക്ക് ഈ ഗുളിക തുപ്പിക്കളയും. അതിലെന്താ പറ്റുക ചോദിച്ചാൽ ഈ ഡോക്ടർ ഉദ്ദേശിച്ച് നടന്നില്ല. ഈ ഒരു കുഴപ്പം പൊതുവേ നാട്ടിലുണ്ട്. അത് എന്താ കാരണം വെച്ചാൽ ചില ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ സപ്താഹം നടന്നിട്ട് കണ്ടില്ലേ നാട്ടിൽ, ആ അമ്പലത്തിനെ കണ്ടില്ലേ ഇങ്ങനെ, ആ കമ്മിറ്റിക്കാർ കണ്ടില്ലേ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ അർത്ഥം എന്താണ്? അവരെന്തേ പറ്റുള്ളൂ വെച്ചാൽ ഈ പഞ്ചസാരപ്പാവ് മാത്രമേ കുടിച്ചുള്ളൂ. അവർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മരുന്ന് അവർ തുപ്പിക്കളയും. മരുന്ന് കുടിച്ചാലേ രോഗം മാറുള്ളൂ. പഞ്ചസാര കഴിച്ചാൽ ഷുഗർ കൂടുക എന്നല്ലാതെ രോഗം മാറുന്നില്ല. പക്ഷേ ആ മരുന്ന് അകത്തെത്താതെ ആ പൊതി മാത്രം അകത്തെത്തി. ഈ ഒരു കുഴപ്പം വരാതെ നോക്കണം. ഈ ഒരു കുഴപ്പം വരാതെ നോക്കണം എന്ന് ആദ്യം നിശ്ചയിക്കണം. അതിനാണ് മാഹാത്മ്യമൊക്കെ പറയുന്നത്. എങ്ങനെ കേൾക്കണം എന്ന് പഠിപ്പിക്കുക. എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടോ തോന്നുന്നു നമുക്ക്? അങ്ങനെ ഉണ്ട്, കേട്ടാൽ പോരാ, എങ്ങനെ കേൾക്കണം എന്ന് പഠിപ്പിക്കുക, എങ്ങനെ ചോദിക്കണം, ചോദ്യം പഠിപ്പിക്കുകയാണ്. കഴുത്തിൽ കത്തി വെച്ച് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് മഹാവാക്യം ഉപദേശിക്കണം ഗുരുനാഥ, അങ്ങനെയൊക്കെ മറ്റ് ഭൗതിക വിദ്യകൾ നേടും പോലെ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പേടിപ്പിച്ചിട്ടോ പ്രലോഭനം കൊണ്ടോ കുറച്ച് കാശ് കൊടുത്തിട്ടോ തൽക്കാലം ഒരു ചെപ്പടി വിദ്യ അങ്ങനെ കൈക്കലാക്കാൻ പറ്റുന്നൊരു വിഷയമാണെന്ന് വിചാരിച്ചു. അതല്ല. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാണ്. ഇതിലൊക്കെ വിസ്തരിച്ച് പറയും. തദ്വിദ്ധി, അത് മനസ്സിലാക്കണം. എങ്ങനെ? അത് തൊഴുത് നമസ്കരിച്ച് വിനയത്തോടു കൂടി ഗുരുനാഥനെ സേവിച്ച്, അദ്ദേഹത്തിന് കുടിക്കാൻ ചൂടുവെള്ളം നേരെയാക്കി കൊടുത്തു, അദ്ദേഹത്തിന് കുടിക്കാൻ ചുക്കുവെള്ളം കൊടുത്ത്, ചിലപ്പോൾ അദ്ദേഹം ചീത്ത പറയും, നമ്മുടെ അഭിമാനത്തെ ചിലപ്പം കുറച്ചൊരു ക്ഷീണമൊക്കെ ഉണ്ടാക്കും. അതൊക്കെ പരീക്ഷണമാണ്. അതൊന്നും പിണങ്ങി പോവാതെ അവിടെ നിന്ന് അദ്ദേഹത്തെ സേവിച്ച് വിറക്കുമ്പോൾ വീശിക്കൊടുത്ത് അദ്ദേഹം ചീത്ത പറയുമ്പോൾ അത് കേട്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കൈങ്കര്യം ചെയ്ത് ചിലപ്പോൾ 8-10 വർഷം കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കിട്ടേണ്ട ഒരു സംഗതിയാണ്. അതാണ് നമ്മളൊരാഴ്ച കൊണ്ടൊക്കെ എവിടെയെങ്കിലും പോയിരുന്ന് കിട്ടണവരൊക്കെ ഉണ്ട് അല്ലേ, എന്നിട്ട് കിട്ടിയെന്നും പറയും, അത് പോവുകയും ചെയ്യും. അങ്ങനെ കിട്ടിയതൊന്നും അധിക കാലം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെ ചോദിക്കണം, എങ്ങനെ കേൾക്കണം, ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞു തരണം. അപ്പം ഭാഗവതത്തിലെ മാഹാത്മ്യം എങ്ങനെയാണ് ഭാഗവതം കേൾക്കേണ്ടതെന്ന് ആദ്യം പഠിപ്പിക്കുകയാണ്. മറ്റുള്ള വിഷയങ്ങൾ കേൾക്കുന്നത് പോലെ വന്നിരിക്കരുത്. പല ദിക്കിലും അങ്ങനെ ഇരിക്കും കേട്ടോ. പല ദിക്കിലും കേൾക്കാനിരിക്കുന്നവരൊക്കെ വേറെ കുറേ ജോലിയുടെ ഇടയ്ക്കാണ് കേൾക്കുക. പിന്നെ നമ്മൾ പിന്നെ ഒന്നും പറയാൻ നിൽക്കില്ല, കാരണം ഉള്ള പരിപാടി പോകണ്ട. സപ്താഹം ഇല്ലാണ്ട് നമ്മുടെ കരുതി നമ്മൾ ചിലർ മാല കെട്ടിയും കൊണ്ട് കേൾക്കും, തെറ്റൊന്നുമില്ല. പക്ഷെ അത് കച്ചേരി കേൾക്കുമ്പോഴേ ആവുള്ളൂ എന്നാണ് നമ്മുടെ ഒരു തോന്നൽ. കാരണം ശ്രദ്ധ പൂർണ്ണമായിട്ട് അതിൽ വരില്ല. അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് കേൾക്കും, വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കേൾക്കും, അങ്ങനെ അതും ഇതും കേൾക്കും, ഇതും കേൾക്കും, എല്ലാം കൂടിയും കേൾക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അങ്ങോട്ട് പൂർണ്ണമാവുമോ ചോദിച്ചാൽ ഇല്ല. അത് കുറച്ചധികം കാലം കേൾക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഒന്നുമില്ലാതെ അതാണ് ഇപ്പം പരീക്ഷത്തിൻ്റെ കഥ. പരീക്ഷത്ത് കേൾക്കുന്നത് പോലെ കേൾക്കണം. പരീക്ഷത്ത് സാക്ഷി, ശ്രവണം കൊണ്ട് തന്നെ മുക്തി കിട്ടും. അതിനാരാ സാക്ഷി, ആരാ ഉദാഹരണം? പരീക്ഷത്ത് സാക്ഷി, പരീക്ഷത്താണ്. പക്ഷേ എങ്ങനെ കേട്ടു? പരീക്ഷത്ത് കേൾക്കണ പോലെ കേൾക്കണം എന്നർത്ഥം. നമ്മൾ ചോദിക്കുക കുറേ കേട്ടുന്നിട്ടും കിട്ടിയില്ലല്ലോ പറഞ്ഞാൽ കേൾക്കേണ്ട പോലെ കേട്ടില്ല. പരീക്ഷത്ത് ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഇരുന്നിരിപ്പ്, തലയൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, നമ്മളൊരു അനക്കം കെട്ടാൻ നോക്കുക, ആരാ വന്നത്? അങ്ങനെയൊന്നല്ല പരീക്ഷത്തൊന്നും അറിഞ്ഞില്ല. അവിടെ ഏതൊക്കെയോ മഹർഷിമാർ ഇരിക്കുന്നുണ്ട്, അതൊന്നും പരീക്ഷത്ത് ശ്രദ്ധിച്ചില്ല. പരീക്ഷത്ത് വേഴാമ്പൽ ഇങ്ങനെ ആ മേഘത്ത് നുറ്റി വീണ വെള്ളം നോക്കി നിൽക്കുന്നത് പോലെ ശ്രീശുകർ തന്നെ നോക്കി, വേറെ ഒന്നും അറിയണില്ല. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടത് കൊണ്ടാണ്. കേൾക്കൽ നല്ലത് പറയാം, അനുഭവിക്കലാണ്. കേട്ടാൽ അത് ശ്രവണം, മനനം, നിധിധ്യാസനമൊക്കെ വേണം. ഇത് കേൾക്കലല്ലോ. ഇത് പരീക്ഷത്തിന് നേരെ ശ്രീശുകർ അങ്ങനെ എങ്ങനെയപ്പം കൊടുത്തു ചോദിച്ചാൽ ഹൃദയം കൊണ്ട്. അത് ഭാഗവത്തിൽ തുടങ്ങുമ്പം തന്നെ പറയും, തേനേ ബ്രഹ്മഹൃദ, ആ ബ്രഹ്മത്തെ ഹൃദയം കൊണ്ട്, തേനേ എന്നാൽ വിസ്താരം, വിസ്തരിച്ചു. ഈ ഒരു ഉള്ളിലുള്ള ഈ ഒരു ബോധത്തെ, ഈ ഒരു ആനന്ദത്തെ ബ്രഹ്മാവിന് ആ മഹാവിഷ്ണു ഹൃദയം കൊണ്ട് ഉപദേശിച്ചു. അന്ന് ഭാഷ ഇല്ലല്ലോ, ഭാഷയൊക്കെ അപ്പോൾ പിന്നെ ഉണ്ടായതല്ലേ. തുടക്കത്തിൽ ബ്രഹ്മാവ് താൻ ആര് എന്ന് അറിയാതെ ദുഃഖിച്ച സമയത്ത് ബോധിപ്പിച്ചു കൊടുത്തു. എങ്ങനെ? ഭാഷ കൊണ്ടല്ല. ഭാഷയൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ചില മഹാത്മാക്കളുടെ അടുത്ത് പോയാൽ അവരങ്ങനെ വലിയ പ്രഭാഷണ കലയൊന്നുമുള്ളവരാവില്ല. നമ്മുടെ വിചാരം ജീവൻ മുക്തനായ എന്ത് വേണം?
അയാൾക്ക് പ്രഭാഷണം ചെയ്യാൻ പറ്റണം, അങ്ങനെയൊന്നുമില്ല. നമ്മളങ്ങനെ ധരിച്ചിട്ടുണ്ട് നല്ല പ്രഭാഷണമാണ്, നല്ല സ്വാമിയാരാ, എന്താ അയാളുടെ പ്രഭാഷണത്തിൽ സ്വാമിയാരാവണമെന്നുണ്ടോ? അത് നാവിൻ്റെ നീളം മാത്രമേ വേണ്ടൂ. പിന്നെ അത്യാവശ്യമൊക്കെ ആളെ കയ്യിലെടുക്കാനുള്ള വിദ്യം പഠിച്ചാൽ ഏത് വങ്കനും പ്രഭാഷകനാവാം. പക്ഷേ ഉള്ളിൽ അനുഭവിക്കണമെങ്കിൽ അത് എളുപ്പമല്ല. അതുകൊണ്ട് ജീവൻമുക്തന്മാർ പ്രസംഗിച്ചോളം എന്നൊന്നും ആശ പിടിച്ചാൽ പറ്റില്ലേ. ചിലർ പ്രസംഗിച്ചെന്ന് വരാം, പ്രസംഗിച്ചു വെച്ചിട്ട് ജീവൻമുക്തനല്ല എന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് ഇവിടെ വിഷയം ഈ ഒരു സത്യത്തെ പല രീതിയിൽ പറയുന്നുണ്ട്. അതിൽ ഭാഗവതം മനോഹരമായ രീതിയിൽ വർണ്ണിക്കുന്നു, എങ്ങനെ കേൾക്കണം എന്നുള്ളത് ആദ്യം പറയുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ പല ശൈലിയിൽ പറയാം, അതുപോലൊരു ശൈലി, മനോഹരമായ ശൈലി പറയുകയാണ് ഈ ജീവബ്രഹ്മ ഐക്യം, എങ്ങനെ ശാന്തി അനുഭവിക്കാം എന്നുള്ളത് മനോഹരമായ ശൈലി. നമ്മളൊക്കെ ശ്രദ്ധിക്കണം, തനി സാധാരണക്കാർ ശ്രദ്ധിക്കണം, ലൗകികന്മാർ ശ്രദ്ധിക്കണം എന്ന് കരുതിയിട്ടാണ് രാസക്രീഡ എന്നൊരു ഹെഡിങ്ങോട് കൂടി ഭാഗവത്തിൽ പറയുകയാണ്. രാസം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കും. ഇവിടെ എത്തുമ്പോൾ മനസ്സിലാവുക നമ്മൾ ഉദ്ദേശിച്ച രാസമല്ലാന്ന്. നമ്മൾ ശ്രദ്ധിക്കണം വെച്ചതല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ 5 അധ്യായങ്ങളിലായിട്ട് ഒരു കാമുകി ഭാവത്തിൽ വർണ്ണിക്കുകയാണ്. അതല്ലാതെ ഗുരു ശിഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര പേര് കേൾക്കാൻ വരും? കാമുകി പറയുമ്പം അധികം പേർക്കും അതിലൊരു രുചി ഉണ്ടാവും, സാധാരണക്കാർക്കുണ്ടാവും. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്, അധിക പേരും ഗൃഹസ്ഥന്മാരാണ്. ഈ ശാസ്ത്രമൊക്കെ അധികം പഠിക്കുന്നതും കേൾക്കുന്നതൊക്കെ ഗൃഹസ്ഥന്മാരാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധ വരാൻ, അതിനാണ് ഈ ഒരു പൊതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോപികയും കൃഷ്ണനും എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുകയാണ്. അതിന് മുന്നേ ഈ ഭാഗവത്തിൽ അവിടേക്ക് എത്തുന്ന ചില ഘട്ടങ്ങളുണ്ട്, നേരിട്ട് രാസല്ല. അതിന് മുമ്പ് വേണുഗാനം എന്ന മനോഹരമായൊരു ഭാഗം ഭാഗവത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോരോ ലീലയിലൂടെ ഭഗവാൻ ഗോപികളെ, അവർക്ക് ഓരോ പരീക്ഷ കുറേ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പും, എൻട്രൻസ് കഴിഞ്ഞു അവസാനം അവരങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് അവർക്ക് കാവ്യവസ്ത്രം കൊടുക്കുന്നുണ്ട്. അതാണ് ഗോപി വസ്ത്രാപഹാരം. ആദ്യം ഭഗവാൻ അവരിൽ തന്നിൽ രുചി ഉണ്ടാക്കി തീർത്തു. തനി സാധാരണ സ്ത്രീകളായിട്ടുള്ള അവർക്ക് വെണ്ണ വിൽക്കാനും പാല് വിൽക്കാനും തന്നെ നിശ്ചയമുള്ളൂ, അതിൽ കൂടുതലൊന്നും അറിയില്ല, കണക്കൂട്ടാനൊന്നും അവർക്ക് നിശ്ചയമില്ല, വെറും ലൗകിക വിഷയങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അവരെ മനസ്സിൽ കയറിപ്പറ്റിയ ആദ്യം കൃഷ്ണനിലൊരു താല്പര്യം അവർക്ക് ഉണ്ടാക്കി തീർത്തു. അതിനാണ് വെണ്ണ കക്കുക എന്നുള്ള വ്യാജേന. വെണ്ണ കക്കേണ്ട കാര്യം ആർക്കില്ല, ഭഗവാനില്ല. ചിലപ്പോൾ നമുക്കും ഭഗവാനിൽ ശ്രദ്ധ ഉണ്ടാവാൻ നമ്മുടെ പലതും ഭഗവാൻ എന്ത് ചെയ്യും, കൊണ്ടുപോകും. ചില പറയാണ്ട് ഭർത്താവ് പോയപ്പോഴാണ് ഞാൻ പിന്നെ ഭാഗവത്തിലെയൊക്കെ അതാണ് വെണ്ണ കക്കുക അതിൻ്റെ ആശയം. അത്രയേ ഉള്ളൂ. ചിലപ്പം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതൊക്കെ ചിലപ്പം കൊണ്ടുപോകും, എടുത്തു വെച്ചതൊക്കെ ചിലപ്പോൾ ആരും കൊണ്ടുപോകും. വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു എനിക്ക്, ആറ്റുനോറ്റ് 6-7 വയസ്സ് വരെ നോക്കി, എന്നിട്ട് അവസാനം കൊണ്ടുപോയി. അതിനുശേഷം ഗുരുവായൂർ തന്നെയാണ്. അതങ്ങനെ ഉണ്ടാവും. അതാണ് നമ്മൾ നേരാവണ്ണം ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും, മരുന്ന് കൊടുത്ത് മാറിയില്ലെങ്കിൽ സർജറിയാണ്, അത്രയേ ഉള്ളൂ. ഹോമിയോ കൊണ്ട് മാറിയില്ലെങ്കിൽ അലോപ്പതി വേണ്ടി വരും, ചിലത് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് നല്ലത് എന്താ വെച്ചാൽ അനുകൂലമായിട്ടിരിക്കുമ്പോൾ തന്നെ കുറേശ്ശൊക്കെ സമയമൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പഠിക്കുകയാണെന്ന് വെച്ചാൽ വലിയൊരു സർജറി ഇല്ലാണ്ട് കഴിയാം. അതാണ് ഇതൊക്കെ കാണിച്ചിട്ടുള്ളത്. ചിലർക്ക് അങ്ങനെ വേണ്ടി വരും. ഭാഗവത്തിൽ തന്നെ കാണാം, കംസനൊക്കെ സർജറിയാണ്, യശോദയ്ക്ക് സർജറി ഇല്ല, ഗോപികൾക്കൊന്നും സർജറി ഇല്ല. എന്നാൽ കംസന്, മുഷ്ടികന്, ചാണൂറിന്, ശകടാസുര, തൃണാവർത്തനൊക്കെ അവർക്ക് മുക്തി തന്നെയായിട്ടോ, അല്ല പറയാൻ വയ്യ. പൂതനയ്ക്കൊക്കെ എന്താ മുക്തി തന്നെയാണ് അല്ലേ, പൂതന വധം എന്നല്ല പറയാം, പൂതന മോക്ഷം. കംസന് സദ്ഗതി എന്നാണ്, പൗണ്ഡ്രകന് സദ്ഗതി. പക്ഷേ ഓപ്പറേഷനാണ്, ചക്രം വന്ന് കഴുത്തു കൂടെ പോണത് കാണണമായിരുന്നു. അപ്പോൾ നമുക്കത് കാണുമ്പോൾ മുക്തി വേണ്ട തോന്നും. ഇങ്ങനത്തെ മുക്തി അഞ്ചാൽ വേണമെന്നില്ല കേട്ടോ. ആ സുധാമാവിന് കൊടുത്ത പോലെയൊക്കെ തിരക്കിടില്ല, അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുക, ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുക, കുഴപ്പമില്ല. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്രയേ ഉള്ളൂ, രണ്ടും ഒരേ മുക്തി തന്നെയാണ്. ചിലർക്ക് ഏതാ ഭരിക്കാൻ ഇഷ്ടമില്ലല്ലോ, ചിലർക്ക് ഹോമിയോ വലിക്കും, ചിലർക്ക് അത് വലിച്ചോളന്നില്ല. അപ്പം അതുകൊണ്ട് പല രീതിയിൽ സംഗതി ഒന്നും തന്നെയാണ്, എല്ലാവരും എത്തുന്ന തരത്തിലേക്കാണ്. പക്ഷെ അവരെയൊക്കെ ഓരോ തരത്തിലാണ് ഭഗവാൻ ട്രീറ്റ് ചെയ്യണത്. ഭഗവാന്റെ രീതി നോക്കിയാൽ മനസ്സിലാവും, ഗോകുലത്തിലുള്ള കൃഷ്ണൻ്റെ ആ ഒരു ഭാവമല്ല മധുരയിലെത്തിയ കൃഷ്ണന് വേറൊരു ഭാവമാണ്. ഓടക്കുഴലൊക്കെ ഗോകുലത്തിൽ തന്നെ ഒഴിവാക്കി, വൃന്ദാവനത്തിൽ തന്നെ ഓടക്കുഴലൊക്കെ സാത്വികന്മാർക്കേ പറ്റുള്ളൂ. മധുരയെത്തിയപ്പോൾ പാഞ്ചജന്യം എടുക്കും, ശംഖ്, രാജസന്മാർക്കതാ നല്ലത്, മാറി. പിന്നെ ഓടക്കുഴലൊന്നുമില്ല, ഗോപികൾക്കത് മതിയായിരുന്നു, ഓടക്കുഴൽ കൊണ്ട് തന്നെ അവർ ആകൃഷ്ടരാകും. പക്ഷേ ഈ മധുരയിലുള്ള പട്ടണത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഓടക്കുഴൽ കൊണ്ടൊന്നും അവർ അതിലേക്ക് വരില്ല. അപ്പോൾ അവിടെ ചിലപ്പം കുറച്ച് പൊളിറ്റിക്സിലൊക്കെ ഇടപെടണം, കുറച്ച് രാഷ്ട്രീയമൊക്കെ വേണ്ടി വന്നു, അതിലൊക്കെ ഇടപെട്ട് അവരൊക്കെ ഭഗവാൻ തന്നോട് ചേർത്തു. ഇനി ദ്വാരകയിലെത്തിയപ്പോൾ ലേശൊരു മാറ്റം പിന്നെയുണ്ട്, ഗൃഹസ്ഥനായി.
അങ്ങനെ ഭഗവാൻ ഇതിൻ്റെ പല ഭാവങ്ങളുണ്ട്. ശരി, ഇവിടെ ഭഗവാൻ ആ ഗോപികളുടെ ഹൃദയത്തിൽ ആദ്യം കയറിപ്പറ്റി. കാരണം അവരല്ലാണ്ട് ശ്രദ്ധിക്കില്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഭാഗവതത്തിൽ ശ്രദ്ധ വന്നു, ഗീതയിൽ ശ്രദ്ധ വന്നു, ആധ്യാത്മിക വിഷയങ്ങളൊക്കെ നമ്മൾ എപ്പോഴേ കേട്ട് തുടങ്ങി. ഇങ്ങനെയൊക്കെ ചിലത് ഉണ്ടെന്ന് എപ്പോഴേ അറിഞ്ഞു. അമ്മ പ്രസവിച്ച ഉടനെ ഞാൻ അറിഞ്ഞു, അതൊന്നുമില്ല. പെറ്റിട്ടത് ഗീതയ്ക്കും ഭാഗവതത്തിൽക്കൊന്നല്ല, അത് പിന്നെ അങ്ങനെ പല വഴിക്കും പോയി അങ്ങനെ അറിഞ്ഞു. അങ്ങനെ എപ്പോഴോ ലേശമൊക്കെ അറിഞ്ഞു. ഇപ്പോഴും പൂർണ്ണമായിട്ട് അറിഞ്ഞൊന്നല്ല, ഒരു രുചിയുണ്ട്, ഒരു താല്പര്യമുണ്ട്. ഇങ്ങനെ എനിക്ക് കേൾക്കുമ്പോൾ വല്ലാണ്ട് ബോറടിക്കുന്നില്ല, ആ ഒരവസ്ഥയ്ക്ക് എത്തി. അതെ, എങ്ങനെ എത്തി? അതാണ് ചോദ്യം. അപ്പം അതിൽ നമ്മുടെ മനസ്സിനെ ആരാകർഷിച്ചു? ഭഗവാൻ ആകർഷിച്ചു. ഹൃദയം അഭിമുഷിത്വ. ചിലപ്പോൾ ദൂരെ പറയും വെണ്ണ കക്കാണ്, പാല് കക്കാണ് എന്നുള്ള വ്യാജേന ശരിക്ക് കൃഷ്ണൻ കട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? അവരുടെ ചിത്തചോര യശോദ കേബാൽ നവനീത ചോര ഗോപാൽ. നവനീതം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് വെണ്ണ പറഞ്ഞാൽ മനസ്സെന്നർത്ഥം. മനസ്സ് കക്കുകയാണ്. കാരണം അവരുടെ മനസ്സൊക്കെ വെണ്ണയിലാണ്. അപ്പോൾ വെണ്ണ എടുക്കുമ്പോൾ ആര് ശ്രദ്ധിക്കും? നമ്മളുടെ വെണ്ണ പറഞ്ഞാൽ കാശ് പോയാൽ നമ്മൾ ശ്രദ്ധിക്കില്ലേ? ഇല്ലേ? നമുക്കിപ്പോൾ വെണ്ണയോട് താല്പര്യമില്ല, കാശിനോട് താല്പര്യമില്ലേ? ആ ബാങ്കിലിട്ട കാശ് അങ്ങോട്ട് പോയാൽ പിന്നാലെ നമ്മൾ പോകില്ലേ? വേറെ വഴിയില്ല. ഭഗവാന്റെ വില നമുക്കറിയില്ലെങ്കിൽ നമുക്ക് വില കൂടുതൽ കണക്കാക്കിയത് അതെടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ശ്രദ്ധിക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചിത്തം അതാണ് വെണ്ണ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതും നല്ല വെണ്ണ എന്നാണ്. വെളുത്ത വെണ്ണ എന്ന് പറഞ്ഞാൽ അർത്ഥം ശുദ്ധമായ മനസ്സ് എന്നാണ് എന്നർത്ഥം. വെളുത്ത വെണ്ണ. ഉറിയിൽ കെട്ടിത്തൂക്കിയ വെണ്ണ പറഞ്ഞാൽ ഉയരത്തിൽ വെച്ച വെണ്ണ എന്ന് പറഞ്ഞാൽ ഉയർന്ന മനസ്സ്. ഉയർന്ന മനസ്സ് പറഞ്ഞാൽ ഭാഗവതവും ഗീതയൊക്കെ വായിച്ചിട്ടുള്ള മനസ്സ്. ഒന്നും വായിക്കാതെ സീരിയൽ കണ്ട മനസ്സല്ല. സീരിയൽ കണ്ട മനസ്സ് നാറ്റവെണ്ണ. അതും പൊട്ടിക്കും, പാത്രം പൊട്ടിക്കും. വേണ്ടാവുക. വ്യത്യാസം മനസ്സിലാവണില്ലേ? അത് ഭഗവാൻ എടുക്കൊന്നുമില്ല. അത് അവിടെ തന്നെ കളഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കഥ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അത് ഒളിപ്പിച്ചു വെച്ച വെണ്ണ എന്ന് പറഞ്ഞ അർത്ഥം ആർക്കും കൊടുക്കാതെ വെച്ചത് പറഞ്ഞാൽ ഉപാസന. സമയം ആർക്കും കൊടുക്കാണ്ട് കുറച്ച് മാറ്റി വെച്ച മനസ്സ്. രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് നേരം ബഹളമൊന്നും ഇല്ലാണ്ടിരുന്ന് അങ്ങനെ കുറച്ച് നേരം ആത്മവിചാരം ചെയ്ത മനസ്സ്, അനർത്ഥം. ഇതൊക്കെയാണ് താല്പര്യം. അല്ലാതെ വെണ്ണം കണ്ട് കൊണ്ടുപോയി എന്നല്ല. അങ്ങനെ അവർക്ക് ഭഗവാനോട് രുചി വന്നു. രാവിലെയായി അവർ വന്ന് നോക്കുന്നത് ഭഗവാന്റെ ഗൃഹത്തിലെത്തി ഭഗവാനെ കാണാൻ വരികയാണ്, നിർമ്മാല്യം തൊടാൻ വരികയാണ്. പക്ഷെ അവർ പറയതല്ല, ഇന്നലെ യശോദ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കൃഷ്ണൻ ചെയ്തത് കേൾക്കണോ എന്നൊക്കെയാണ് അവർ പറയുക. യശോദയ്ക്ക് പറയാം ഇവർക്കത് നല്ല വിഷയം, ഇവരാരെ കാണാൻ വരികയാണ്? തൻ്റെ മകനെ കാണാൻ വരികയാണ്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ അവരെ അപമാനിക്കണ്ട. അവർക്കും അവർ പരാതി യശോദയോട് പറയുമ്പോഴും നോക്കുന്നത് ആരെയാണ്? കൃഷ്ണനെയാണ്. അവർ പരാതി പറയുമ്പോൾ കൃഷ്ണൻ അവരെ നോക്കുന്നതും കണ്ണുരുട്ടണതും അവരെ നോക്കിയിട്ട് ഒരു പാത്രത്തിലേ പൊട്ടിച്ചുള്ളൂ, നാളെ 2 പാത്രം ഞാൻ പൊട്ടിക്കും എന്ന് പറയുമ്പം ഭഗവാന്റെ ആ പുരികം വളയുന്നത്, ചൂണ്ടി തന്നെ നോക്കുന്നത് ഭഗവാന്റെ നവരസങ്ങൾ കാണാൻ വേണ്ടി ആണ്. ഇത് ഭാഗവതത്തിലൊക്കെ അതൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ കാണാണ്ട് പോയാൽ നമുക്ക് എന്തോ ഒരു കഥാപുസ്തകം പോലെ തോന്നും. അങ്ങനെ തോന്നിയ ഉടനെ നമ്മൾ ചിന്തിക്കണം, എന്ത് ഈശ്വരനാണ് ഉപദേശിക്കുന്നത്. ആരാണ്? നേരം കളയാൻ വേണ്ടിയിട്ട് ഉപദേശിക്കല്ല. ഇരിക്കുന്നത് പരീക്ഷിത്ത ശാപം കെട്ടിയിരിക്കുകയാണ്. നമ്മളെപ്പോലെ നേരം പോകില്ല, അവർ ഇരിക്കല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല. ഇത് ഒരു വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് കഥാരൂപത്തിൽ വർണ്ണിക്കുകയാണ്. ഗോപികളുടെ മനസ്സ് ആകർഷിച്ചതുപോലെ നമ്മുടെ മനസ്സും ഭഗവാൻ നമുക്ക് പരിചയമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ആകർഷിക്കുകയാണ്. നമുക്ക് കല്യാണം പ്രധാനമാണ്, എന്നാൽ രുക്മിണി സ്വയംവരം നമുക്കോട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. പത്ത കാലത്ത് അത് ശ്രദ്ധിക്കുന്നില്ല. രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞ് 5 ദിവസം തിരുവാരക്കട തന്നെയാണ്. എന്താ ചെയ്യുക? മാതൃസമിതി ഒന്നും കേൾക്കാതിരിക്കണില്ല. ചോദിച്ചപ്പം പ്രാക്ടീസാണ്, അങ്ങനെ പ്രാക്ടീസ് ആരുമില്ല കേൾക്കാൻ. സ്വയംവരം വരെ പ്രാക്ടീസ്, തെറ്റൊന്നും കളിച്ചോളൂ, അതൊന്നും വിരോധമില്ല. പക്ഷേ ഇത് കേൾക്കലാണ് മുഖ്യം എന്നുള്ളത് മറന്നു പോയിട്ടത് കളിക്കുമ്പോൾ പിന്നെ കാലാകാലം വട്ടം ചുറ്റേണ്ടി വരും. പിന്നെ അങ്ങനെ സംസാര ചക്രത്തിൽ തിരുവാരക്കളിക്ക് വിരോധിയൊന്നുമല്ലേ, ഇനിയിപ്പോൾ അത് വിചാരിക്കണ്ട, അതല്ല. പക്ഷേ സംഗതി മറന്നു പോയാൽ വയ്യ. നടക്കണത് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നർത്ഥം. ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ ആഘോഷമൊക്കെ ആവാം, അതൊക്കെ കേൾക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. കളിക്കുക എന്നുള്ളതല്ല, നേരം പോകാനുള്ളതല്ല, നേരം പോകാണ്ടിരിക്കുക എന്നാണ്. കാലദേശാവധിഭ്യാം നിർമുക്തം, അതാണ് നമ്മുടെ പരമപുരുഷാർത്ഥം. ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അതാണ് ഭാഗ്യം. ഈ ഒരു
ഒരു പുരുഷാർത്ഥം, ഒരു പറഞ്ഞ പ്രധാന പുരുഷാർത്ഥം, അത് മോക്ഷം. അതാണ് ഏറ്റവും രസം. രസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രസം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ കാണാം, രസോ വൈ സഹ. രസം എന്ന് പറഞ്ഞാൽ അവനാണ്. അവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എന്താണ് അവൻ എന്ന് പറയുന്നത്? ഈശ്വരനെയാണ്. നാടൻ ഭാഷ പറഞ്ഞാൽ ഈശ്വരൻ എന്ന് കൂട്ടുക. ഏവായം ലബ്ധ്വാ ആനന്ദീ ഭവതി. എന്ത് ലഭിച്ചാലാണോ ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കുക അതിനെയാണ് രസം എന്ന് പറയുക. എന്താണ്? എന്ത് കിട്ടിയാലാണോ ഏവായം ലബ്ധ്വാ ആനന്ദീ ഭവതി. എന്ത് ലഭിച്ചാലാണോ ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കുക അതിനെയാണ് രസം എന്ന് പറയുക. എല്ലാവർക്കും ഇതാണ് ലക്ഷ്യം. മനുഷ്യർക്കും മൃഗത്തിന് അങ്ങനെയൊന്നുമില്ല. ഏത് ജാതിയായാലും ഏത് പാർട്ടിയായാലും ഏത് മതമാണെങ്കിലും പ്രധാനം എന്താ? ഒറ്റ ലക്ഷ്യമുള്ളൂ, രസാവണം. പ്രഭാഷണം രസാവണം കേട്ടോ നമ്പൂരി, രസാവണം. നമ്മളിത് കണക്കാക്കിയിട്ട് കാര്യമുണ്ട്. അവനവൻ്റെ ഉള്ളിൽ രസം ഉണ്ടെങ്കിൽ അയാൾ എവിടെ ഇരുന്നാലും രസികാഹ ഭുവി ഭാവുകാഹ. ഭാഗവതം വിളിക്കണതിന് ആദ്യം അങ്ങനെയാണ്, അല്ലെങ്കിൽ രസികന്മാരെ, ഉള്ളിൽ രസമുള്ളവരെ വന്നിരിക്കൂ, അല്ലാത്തവരെ രസിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഉള്ളിൽ ലേശം വെള്ളമുള്ളതുകൊണ്ടാണ് ദാഹം തോന്നുന്നത്. എന്താണ്? ഉള്ളിൽ ലേശം വേണം, അല്ല അപ്പോഴേ ദാഹം. ഒന്നുമില്ലാത്ത ആൾക്ക് ഇപ്പം ഒന്നും ഉണ്ടാവില്ല. ഉള്ളിൽ ലേശമുണ്ട്, അപ്പം അതിനോട് പൂർണ്ണത്തിനോടൊരു താല്പര്യം തോന്നുകയാണ്. ഉള്ളിൽ ലേശമുള്ളത് കൊണ്ട് അംശമാണ് നമ്മൾ. അപ്പോൾ പൂർണ്ണത്തിനോടൊരു താല്പര്യം തോന്നും. പൊട്ടുസൂചിക്ക് കാന്തത്തിനോടൊരു ആകർഷണം അല്ലല്ല, നമുക്കങ്ങനെ തോന്നും. പ്രത്യക്ഷത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും പൊട്ടുസൂചിയല്ല, അത് കാന്തത്തിൻ്റെ ശക്തിയാണ്. അതാണ് കർഷയതി ഇതി കൃഷ്ണ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഒരു കാന്തം കൊണ്ടുവച്ചു, മുട്ടുസൂചി വെച്ചു, മുട്ടുസൂചി പോയി അങ്ങോട്ട് ഒട്ടുന്നത് കാണുമ്പോൾ എന്തൊരു സ്നേഹം, മുട്ടുസൂചിക്ക് കാന്തത്തിനോട് പോയി കെട്ടിപ്പിടിച്ചത് കണ്ടില്ലേ തോന്നും. അല്ല, മുട്ടുസൂചിയോട് ചോദിച്ചു നോക്കും, അപ്പോൾ പറയും ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, കാന്തം അങ്ങോട്ട് വന്നിരുന്നപ്പം അത് കാന്തത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരുന്നു, നമ്മൾ പറയും ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും വിചാരിച്ചു. എന്ത് വിചാരിക്കുക? വിചാരിച്ചവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. അതാ കാന്തം തന്നോട് ചേർക്കണം എന്ന് വിചാരിച്ചവർക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യാന്നല്ല, അതെല്ലാം തിരിച്ചറിയണൊരു സമയം ഉണ്ടാവും. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ തെളിയുക. അതുവരും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതൊന്നും അങ്ങനെയല്ല കേട്ടോ, ഞാൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഒരു മഹാശക്തി നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കീഴിലാണ് ഞാൻ, അല്ലെങ്കിൽ ആ മഹാശക്തിയാണ് ഞാനും നിങ്ങളും. രണ്ടൊന്നും പറയണ്ട, എല്ലാം അത് തന്നെ എന്നറിയുന്ന ആൾക്ക് ആനന്ദം. അതാണ് രസം. രസം എന്ന് പറഞ്ഞാൽ എന്ത് ലഭിച്ചാലാണോ ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കുക അതിനെയാണ് രസം എന്ന് പറയുക. നമ്മുടെ രസം എന്ന് പറയുന്നത് എന്തിനാ? രസത്തിന് ചോറ് അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ രസത്തിന് പപ്പടം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് രസം, അത് തെറ്റുന്നില്ല, അത് രസം തന്നെ. ഊണ് കഴിക്കുമ്പോഴും രസമുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം വരുന്നത് രസം ശരിക്കും എവിടെയാണ്? ഈ ഒരു ചോദ്യം വരും. ചിലത് കഴിക്കുമ്പോൾ നമുക്ക് രസം തോന്നണമെങ്കിൽ ചോദ്യം വരികയാണ്, എന്താ അങ്ങനെ തോന്നുന്നത്? നമുക്ക് ചിലത് അനുഭവിക്കുമ്പോൾ രസം തോന്നണമെന്നുണ്ടെങ്കിൽ അത് ആ വസ്തുവിൻ്റെ രസമാണോ എന്ന് അന്വേഷിക്കണം. ഇതാണ് ചിന്ത. ഇങ്ങനെ വിചാരം ചെയ്യുകയാണ്. വിചാരം ചെയ്യാത്തവനതൊന്നും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ശരി, ചോദിക്കും ഇങ്ങനെയൊക്കെ വിചാരം ചെയ്ത് ബുദ്ധിമുട്ടല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, ശ്രമിക്കണം. വിചാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉറങ്ങുക ചെയ്യുക. ഉറങ്ങിയാൽ രസമാട്ടോ, ഉറങ്ങിയാലും രസമാണ്, എന്തായാലും ലാഭമാണ്. വിചാരം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഉണരും അല്ലെങ്കിൽ ഉറങ്ങും, എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ഇതല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പം വിചാരം ചെയ്യാനുള്ള പ്രാപ്തി നേടാനാണ് മറ്റ് സകല ക്രിയകളും. എന്തൊക്കെ ക്രിയകൾ നമ്മൾ ചെയ്യുന്നുണ്ട്? വഴിപാട് കഴിക്കണു, പൂജ കഴിക്കണു, നമസ്കരിക്കുന്നു, പിന്നെന്തൊക്കെയാണ്? എന്തൊക്കെയാ ഒക്കെ തുലാഭാരം കഴിക്കണു, പിന്നെന്താ പറന്നിറക്കണു, പിന്നെയോ ഏകാശി നോൽക്കണു, പിന്നെയോ എന്താ പ്രദോഷം. ഇങ്ങനെയൊക്കെ ഒന്നും തെറ്റല്ല. ഒക്കെ നമ്മൾ എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചാൽ ആത്മവിചാരം ചെയ്യാനുള്ളൊരു ശ്രദ്ധ കിട്ടാൻ. അതാണ് മുഖ്യം. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റത് വേണോ വേണ്ടത് നമ്മുടെ ഇഷ്ടം. ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ശ്രദ്ധ വരണം, ഇതാണ് ലക്ഷ്യം. ഇതിന് അർഹത നേടാനാണ് മറ്റെല്ലാ ക്രിയാകലാപങ്ങളും. ചിത്തസ്യ ശുദ്ധയേ കർമ്മ. എൻ്റെ അഭിപ്രായമല്ല എന്നർത്ഥം. അധ്യാത്മങ്ങൾ തന്നെ പറയും, ചിത്തശുദ്ധിക്കായിട്ടാണ് ഇവിടെ കർമ്മങ്ങൾ വിധിച്ചത്, അതല്ലാണ്ട് സ്വർഗം കിട്ടാനൊന്നുമല്ല. പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും, കാരണം അങ്ങനെ പറഞ്ഞാലേ ജനങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാ? സ്വർഗമോ? ഇനി തന്നാൽ തന്നെ എനിക്ക് വേണ്ട, ഉള്ളത് പറയാൻ. ഞാൻ ഇപ്പോൾ കഥയൊക്കെ കേട്ട് ഇന്ദ്രനെ പറ്റി നല്ല നിശ്ചയുണ്ട്. വേണ്ട, വെറുതെ തരാമെന്ന് പറഞ്ഞാൽ സ്വർഗം വേണ്ടാന്നേ പറയുള്ളൂ.
എന്തിനാപ്പോൾ സ്വർഗം? ഒന്നും കിട്ടാനല്ല. പക്ഷെ നമ്മളങ്ങനെ ധരിച്ചിട്ടുണ്ട്, വെറുതെ ഒന്നും ചെയ്യില്ല, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രം, അങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു ദിക്കിൽ ഒരു സത്സംഗം ഉണ്ടായി. ഏകാദശസ്കന്ധമാണ് വിചാരം. ഒരു വീട്ടിലാണ് ഒക്കെ വലിയ അത്ഭുതം കേട്ടോ, അങ്ങനെയൊക്കെ നടക്കണം വെച്ചാൽ വീട്ടിലൊക്കെ. അതും ഏകാദശം നടക്കണം വെച്ചാൽ പലരും ദശമസ്കന്ധമൊക്കെ നടത്തുന്നല്ലാതെ അങ്ങനെ എങ്ങനെ ആലോചിക്കുമോ? ഏകാദശം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല. മാത്രമല്ല അത് ഇത്രയൊക്കെ ഡ്രൈ ആയിട്ടുള്ളൊരു വിഷയം, ജനങ്ങളൊക്കെ വിളിച്ചാൽ അവരൊക്കെ വന്നിരിക്കുമോ, അത് കേൾക്കുമോ, കേട്ടാൽ നന്നായി എന്ന് പറയുമോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പാട്ടും ഡാൻസും ഉണ്ടെങ്കിൽ നന്നാവുള്ളൂ. ഏകാദശം വായിച്ച് ഡാൻസ് കളിക്കാൻ പറ്റുമോ? അത് വയ്യ. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ്റെ ഒക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് 2 നൃത്തമൊക്കെ വെക്കാം. പക്ഷേ ഇതിലതും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം അവർക്കാകെ, അപ്പം അവർ പലരും ക്ഷണിക്കുമല്ലോ. ഇപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് അങ്ങനെ അവിടെ ഏകാദശസ്കന്ധം ഉണ്ട്, തത്വവിചാരമാണ്, 2 ദിവസമായിട്ട് വരണം എന്ന് പറയുമ്പം അവരൊക്കെ ചോദിക്കുകയാണ്, എന്തിനാണ് നടത്തുന്നത്? ഇത് നടത്തിയ എന്താ? മകളുടെ കല്യാണം കഴിയാനാണോ? ഉദ്യോഗം ശരിയാവാനാണ്? പ്രൊമോഷനാണ്? എന്താ ഇതിൻ്റെ ലാഭം? അപ്പോൾ അവർ പറഞ്ഞു, അത് കേട്ടപ്പോഴാണ് ഞങ്ങളും ആലോചിക്കുന്നത്, ശരി അപ്പോൾ ഇതിൻ്റെ ഇപ്പം എന്തിനെപ്പോൾ നടത്തും? അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു സംഗതി ഉണ്ടെന്നുള്ളത് അപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് അങ്ങനെ അറിയുള്ളൂ. പണിയെടുത്ത് കൂലി വാങ്ങി ഇപ്പോൾ നമുക്കെന്താ വെച്ചാൽ പണിയെടുക്കേണ്ടത് പറഞ്ഞാൽ ചോദിക്കും, കൂലി എത്രയാണെന്ന് ചോദിക്കും, അല്ലേ? നമുക്കത് പരിചയമുള്ളതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയം, അങ്ങനെയുള്ള ബുദ്ധിക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വക വിഷയങ്ങൾ പലർക്കും മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ ബുദ്ധി അങ്ങനെയാണ്. നിസ്വാർത്ഥമായിട്ട് പണിയെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ചാനൽ റെഡിയാവും, റേഞ്ച് കിട്ടി, എന്നെ പിടി കിട്ടും. ഒന്നിനും വേണ്ടിയല്ലാണ്ട് ഒന്ന് കർമ്മങ്ങൾ ചെയ്ത് നോക്കൂ, അപ്പോൾ ഒരു സുഖം ഉണ്ടാവും. പേരക്കുട്ടിയെ നോക്കണത് ഒന്നിനും വേണ്ടിയല്ലാതെ ഒന്ന് നോക്കി നോക്കൂ. ഇപ്പം പേരക്കുട്ടിയെ നോക്കണം എന്തിനാ? അത് അമേരിക്കയിൽ പോയിട്ട് വീഡിയോ കോൾ ചെയ്യണം എന്നെ രാവിലെ ആയാൽ എന്നൊക്കെ കരുതിയിട്ടാണെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അത് അല്ലാണ്ടൊന്നും നോക്കണ്ട പറയണില്ല, നോക്കണമെന്നേ പറയണുള്ളൂ. കർമ്മം ചെയ്യണ്ട പറഞ്ഞു. മാം അനുസ്മര കേട്ടോ, അർജുനോട് പറഞ്ഞതാ, എന്നെ അനുസ്മരിച്ചിട്ട് അർജുന വീട്ടിൽ പോയിരുന്നോ? അങ്ങനെയല്ല, മാം അനുസ്മര യുദ്ധ്യച. നമ്മൾ വിചാരിക്കും മാമനുസ്മര പറഞ്ഞ ഭഗവാൻ പറഞ്ഞ യുദ്ധം ചെയ്യണ്ട പറയുന്ന വിചാരിക്കുക. അല്ലല്ല, യുദ്ധം ചെയ്തോളൂ. എന്നെ ചിന്തിച്ചാൽ പിന്നെ യുദ്ധം ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്? തൻ്റെ പണി ചെയ്യാണ്ടിരിക്കണ്ട. ഇനിയിപ്പം ഇവിടെ മാറി നമ്മൾ വേറെ ദിക്കിൽ പോയാൽ അവിടെ ചെയ്യേണ്ടി വരും. അപ്പം യുദ്ധം ചെയ്യാനുള്ള പ്രാരബ്ധമുള്ള ഒരാൾ അത് വിട്ട് ആശ്രമത്തിൽ പോയാൽ അവിടെ യുദ്ധമാവും. അപ്പോൾ യുദ്ധം ചെയ്യാനുള്ള പ്രാരബ്ധം ഉണ്ടെങ്കിൽ ആവാം. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പം പ്രാരബ്ധം എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അത് പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ച് പല ദിക്കിലും ഇരിക്കാം, അതിരുന്നോട്ടെ. പക്ഷേ ഞാൻ ഈ ജന്മത്തിൽ ഉറപ്പിച്ചു എന്ത്, ഇനി ദുഃഖിക്കാൻ വയ്യ. തീരുമാനിച്ചാൽ ആർക്കും രക്ഷപ്പെടാം, ഏത് ഭാവിക്കും രക്ഷപ്പെടാം. അധികം കാലം കാത്തു നിൽക്കണ്ട. പക്ഷേ ഏത് വിചാരം ഉണ്ടാവണം? രക്ഷപ്പെടണം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അപിചേത് സുദുരാചാര. അതിന് വലിയ വിദ്യാഭ്യാസം ആവശ്യമില്ല, വലിയ ബുദ്ധി ആവശ്യമില്ല. എന്താ തെളിവ്? യഥാ വ്രജഗോപികാനാം. അതിനല്ലേ ഈ ഒരു ഭാഗവത്തിൽ കാണിച്ചിട്ടല്ലേ ഗോപികൾ, അവർക്കെന്തില്ല? തേനാധീതശ്രുതിഗണ. ഉദ്ധവൻ പറയുന്നുണ്ട് ഭഗവാനോട്, അവർ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഉദ്ധവ് ഒരു വലിയ ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്. ഇവിടുന്ന് പഠിച്ച ആളാണ് അദ്ദേഹം. ക്യാമ്പസ് സെലക്ഷൻ വഴി അങ്ങോട്ട് പോയിട്ട് ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന് ശാസ്ത്രം പഠിച്ച ആളാണ്, ദേവഗുരു ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെയുള്ള ആ ഉദ്ധവൻ ഗോപികളെ പോയി കണ്ട് ഗോപികളുടെ ജ്ഞാനം ബുദ്ധിയിൽ മാത്രമല്ല അനുഭവത്തിലുണ്ട്. നമുക്ക് ബുദ്ധിയിലുണ്ട്. നമുക്കിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോരുന്നതാണ്, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പണ്ടൊരു കഥ പറയും. ഒരു ദിക്കിൽ ഒരു സദസ്സിൽ 3 പേരുടെ അസ്ഥികൂടം കണ്ടു അത്രേ. അപ്പോൾ അവരൊക്കെ പണ്ട് കാലത്ത് അവിടെ ഇരുന്ന് കഥ കേട്ടവരാണ്, നല്ലോണം വേദാന്തമൊക്കെ ശ്രവിച്ചവരാണ്. അപ്പോൾ ആ 3 അസ്ഥികൂടം കണ്ട സമയത്ത് അവിടെ ഒരു യക്ഷൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇതിൽ ആരാണ് ശരിക്കും ഈ വക വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടത് ആരെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ എന്താ വഴിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സൂത്രം പറഞ്ഞു അവിടെയുള്ളൊരു മന്ത്രി, നമുക്കൊരു കാര്യം ചെയ്യാം, ചെവിയിലൂടെ ഒരു ദർഭപ്പുല്ല് കയറ്റാം, എങ്ങോട്ടാ പോകണമെന്ന് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ അസ്ഥി കൂടെ എടുത്തു, ചെവിയിലൂടെ ഒരു ദർഭപ്പുല്ല് കയറ്റിയപ്പം അത് മറ്റേത് ചെവി കൂടെ പുറത്തേക്ക് പോകും. ഇത് നേരാവണ്ണം കേട്ടില്ല. രണ്ടാമത്തെ എടുത്ത സമയത്ത് ചെവി കൂടെ അങ്ങോട്ട് ദർഭപ്പുല്ല് കയറ്റിയ സമയത്ത് ഇത് വായെ കൂടെ പുറത്തേക്ക് വന്നു. അത് ഏതോ സപ്താഹാചാര്യനാണ് ഇങ്ങനെ വന്ന് ഏതോ വലിയ പ്രഭാഷകനാണ്, മനസ്സിലായി. അയാളി മാറ്റി നിർത്തി, ഇത് മധ്യമനാ, നേരാവണ്ണം കേട്ട് പറയാം വയ്യ. വേറൊരു അസ്ഥി കൂടെ എടുത്തപ്പം അത് ചെവിയിലൂടെ ഇങ്ങോട്ട് ഇട്ടപ്പോൾ നേരെ ഇങ്ങോട്ട് പോയി, എവിടെയും തടയാണ്ട നേരെ ഹൃദയത്തിലേക്ക് പോയി. ഉത്തമ ശ്രോതാവാണ് എന്ന് കരുതി ഇത് കഥ മാത്രമാണ്. ഇത് കേട്ടിട്ട് ഈ അസ്ഥി കൂടെ നമ്മൾ എതിർത്ത് അല്ല, നമ്മളെന്താ ഉദ്ദേശങ്ങൾ എടുത്താൽ മതി, എന്നിട്ട് ബാക്കി കളയുക. നമ്മൾ മറ്റേ ആ മധുരപ്പൊതി കഴിച്ച ഗുളിക തുപ്പരുത്,
ഈ പറഞ്ഞതിൻ്റെ ആശയം എടുത്തിട്ട് നീ മധുരപ്പത് തുപ്പിയാലും കുഴപ്പമില്ല, അല്ലേ? അത് തുപ്പിയാലും കുഴപ്പമില്ല. ഈ ഗുളിക കത്തെത്തണം, എന്നാലേ സംസാര രോഗം മാറുള്ളൂ. ഇങ്ങനെ വേണം കേൾക്കാൻ. അതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തേ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇടയ്ക്ക് അങ്ങനെ വിഷയമുണ്ട്. കാരണം ഇതൊരു ചിട്ടയൊന്നുമില്ലല്ലോ, കൃത്യമായിട്ട് നമ്മൾ വെച്ച് പറഞ്ഞിട്ടില്ല. രാസമാണ് വിഷയം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവിടെയും ഇവിടെയും പോകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സാരമില്ല, കൂടെ വന്നാൽ മതി, വിട്ടുപോയാൽ ഓർമ്മിപ്പിച്ചാൽ മതി. ഇപ്പം വിഷയം ഇവിടെ ആനന്ദം ആണ്, സമാധാനം, ശാന്തി. ഉദ്ധവൻ അതാ പറഞ്ഞത്. ഉദ്ധവൻ ശാസ്ത്രമൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് ബുദ്ധിയിലുണ്ട്, എവിടെ എത്തിയില്ല, ഹൃദയത്തിൽ എത്തിയില്ല എന്നങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും വയ്യ. എന്നാലും ഗോപികളെ കണ്ടപ്പോൾ ഉദ്ധവന് മനസ്സിലായി ഇതൊരു പ്രത്യേകതരം ഭക്തിയാണ്. താൻ മനസ്സിലാക്കിയതുപോലത്തെ ഒരു സംഗതിയല്ല. കാരണം അതാണ് ഗോപികളുടെ ആ ഒരു ഹൃദയം കണ്ട സമയത്ത് ഉദ്ധവന് മനസ്സിലായി ഇനി തനിക്കിവിടെ ചെയ്യാനൊരു കാര്യമുള്ളൂ. എന്താണത്? അവരെ പഠിപ്പിക്കുക. ഇനി ഞാൻ കുറച്ച് പറയാം, ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യം, ഞാനൊന്നും ആവശ്യമില്ല. ഉദ്ധവൻ മനസ്സിലായി താനും ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന് ആ ശാസ്ത്രം പഠിച്ചു തന്നെ ഇവരുടെ ഭാഷ മനസ്സിലാക്കാനാണ്. എന്താണ് അവരുടെ ഭാഷ? അത് ആ കോഡ് ഭാഷ മനസ്സിലാക്കാൻ ആർക്കേ പറ്റുള്ളൂ. അതിനി ആരെ അയച്ചിട്ടും കാര്യമില്ല. അത് കൃഷ്ണനും പിന്നെ ഒരാൾക്കേ മനസ്സിലാവുള്ളൂ, ഉദ്ധവന് മാത്രം. ഉദ്ധവൻ ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന് ആ ശാസ്ത്രമൊക്കെ പഠിച്ചു തന്നെ ഈ ഗോപികൾ പറയണ ഭ്രമരഗീതം വ്യാഖ്യാനിക്കാനാണ്. അവർ പറയണത് നമ്മൾ കേട്ട തെറ്റിദ്ധരിക്കുക ചെയ്യുക. നമ്മളെന്താ വെച്ചത്, രാമനെ കുറ്റം പറഞ്ഞു, ബലിയെ കുറ്റം പറഞ്ഞു വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. മൃഗയുജീവ കപീന്ദ്രം വിവ്യധേലുബ്ധധർമ്മ സ്ത്രീയമകൃത വിരൂപാം സ്ത്രീജിത കാമയാനാം. അവർ പറയുന്നുണ്ട് ആ രാമനെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഭാര്യയെ പറ്റിച്ചില്ലേ, കല്യാണം കഴിഞ്ഞു, എന്നാൽ ഭാര്യ നോക്കണ്ടേ, അവളെയും കൊണ്ട് കാട്ടിൽ പോയി, എന്നാൽ അവളെ നോക്കാണ്ടേ മാൻ്റെയും മൊയലിൻ്റെയും പിന്നാലെ പോയി. അവസാനം അവളെ രാവണൻ കട്ടുകൊണ്ടുപോയി. രാവണനെ കൊല്ലാണ്ട് മിണ്ടാപ്രാണിയായിട്ടുള്ള ബാലിയെ അതും ഒളിഞ്ഞു നിന്ന് അമ്പെയ്തു കൊന്നു. ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ആരെ? ഈ വിഷ്ണുവിനെ തന്നെ. അയാളുടെ എല്ലാ അവതാരവും മോശം. ഇതാരാ പറയണത്? ഗോപികമാർ പറയുക. അപ്പോൾ നമ്മളിത് കേട്ടപ്പോൾ എന്താ വിചാരിക്കുക? കൃഷ്ണനെ കുറ്റം പറയാൻ വിചാരിക്കും. പക്ഷെ ആർക്ക് മനസ്സിലായി? ബുദ്ധവർക്ക് മനസ്സിലായി ഇത് കുറ്റം പറയലല്ല, അവർക്ക് ആ ഭഗവാനോടുള്ള സ്നേഹം അവർ കാണിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കൃഷ്ണൻ ആരാ നല്ലപോലെ അറിയാം, കേവലം ഒരു ഗോപികയുടെ മകനല്ല, അദ്ദേഹം ആരാണ്? സാക്ഷാൽ പരബ്രഹ്മമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റവതാര ലീലകൾ പോലും ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇദ്ദേഹം തന്നെയല്ലേ പണ്ട് വാമനായിട്ട് അവതരിച്ചത് ആണ്. ബലിമബിബലിമത്വാ വേഷ്ടയധ്വാംക്ഷവദ്യ. പണ്ട് ആ ബലിയെ തന്നെ എന്താക്കി? ബലിയാടാക്കി മാറ്റിയില്ലേ? പേര് പോലെ തന്നെ ആക്കിയില്ലേ? 3 അടി കൊടുത്ത് രക്ഷപ്പെടാമെന്ന് കരുതി 2 അടി കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? മുഴുവനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? 3ാമത്തെ അടി എവിടെയാണ് വെക്കുക ചോദിച്ചു. വഴിയില്ലാണ്ട് അദ്ദേഹത്തെ തന്നെ പിടിച്ച് പിഴുങ്ങിയില്ലേ? അല്ലല്ല, അദ്ദേഹം തന്നെ സ്വയം സമർപ്പിച്ചില്ലേ? ഇതുപോലെ ഞങ്ങൾക്കും എന്നാ ഭഗവാന് സ്വയം സമർപ്പിക്കാൻ സാധിക്കുക എന്നർത്ഥം. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കൃഷ്ണനെ കുറ്റം പറയണം. ഇവൻ്റെ കഥ കേട്ടാൽ തന്നെ കുഴപ്പമാണ്. യദനുചരിത ലീലാകർണപീയൂഷ വിപ്രുട് സകൃതന വിദൂത ദ്വന്ദ്വധർമാ വിനഷ്ടാഹ സപതി ഗൃഹ കുടുംബം. ഇവൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ വീട്ടുകാരും ചിന്തിക്കേണ്ടിയാവും, ഗൃഹ കുടുംബം, പിന്നെ കുടുംബത്തിനെ പറ്റി ചിന്തല്ലാണ്ടിയാവും. ഇപ്പം നമ്മളൊക്കെ കഥ ഏറെക്കുറെ അങ്ങനെയല്ലേ? പ്രഷറിൻ്റെ ഗുളിക കൊടുത്തു മൂപ്പർക്ക്, എന്നിട്ടാ വന്നിരിക്കണത്. അത് മറന്നു, നമ്മൾ കുടിക്കേണ്ടതന്നെ മറന്നുപോയില്ലേ? സപതി ഗൃഹ കുടുംബം, ഇതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഭഗവാന് രുചി വന്നാൽ അയാൾ പിന്നെ എന്ത് ചെയ്യും? വീട്ടുകാര്യം ചിന്തിക്കാണ്ടിയാവും, അഡ്രസ്സ് മറന്നു പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനെ പറയാറുണ്ട് ഐൻസ്റ്റീനെ പറ്റി. അയാൾ കടയ്ക്ക് മറന്നു പോകും അത്ര വീട് എവിടെയാണ്. അപ്പോൾ അടുത്തുള്ള ആളോട് ചോദിച്ചു, എവിടെ ഐൻസ്റ്റീൻ്റെ വീട് എവിടെയാണ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇത്രയും വലിയൊരാളുടെ വീട് എനിക്കറിയില്ലേ പറഞ്ഞു. അയാൾക്ക് ഐൻസ്റ്റീൻ അറിയില്ല, വീടേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. എന്നിട്ട് അങ്ങനെ പോവുക. അങ്ങനെയൊക്കെ തമാശയ്ക്ക് പറയാം. ശരിക്കുള്ളതാണെന്ന് നിശ്ചലെടുത്ത് തമാശയ്ക്ക് പറയാറുണ്ട്. അത് വേറെ സയൻറ്റിസ്റ്റുകൾ വെച്ചിട്ടും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ. കാരണം അവർക്ക് ഈ ബുദ്ധി കൂടി പലതിലും ശ്രദ്ധ വന്നിട്ട് അവസാനം വീട് എവിടെയാണെന്ന് അറിയാണ്ടാവുകയാണ്. ഇതുപോലെ ഭഗവാനിൽ ശ്രദ്ധ വന്ന് വീടിനെ പറ്റി ചിന്തയില്ലാണ്ടായി, തൻ്റെ പ്രായത്തെ പറ്റി ശ്രദ്ധിക്കാതെയായി, ശരീരത്തെ ശ്രദ്ധിക്കാതെയായി. കല്യാണം കഴിച്ചു വലിയ മറന്നുപോയി. അങ്ങനെ പറ്റുമോ? മക്കളുണ്ടോ? ഉണ്ടോ? 1 2 ഒന്നും ഓർമ്മയില്ല. സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീന ബഹവ ഇഹ വിഹംഗാഹ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ഭിക്ഷുചര്യാം ചരന്തി. അവരൊക്കെ ഭിക്ഷക്കാരാവാണ്. ഈ കൃഷ്ണൻ്റെ കഥ കേട്ടാൽ ധനികരാവുമല്ലേ ചെയ്യുക, കുചേലനെ പോലെയാവും എന്നാണ് കേൾക്കുമ്പോൾ തോന്നുക. അതല്ല പറഞ്ഞത്.
കേട്ട് കേട്ട് ദേഹാഭിമാനം പൂർണ്ണമായി നശിച്ച് ഭിക്ഷുചര്യാം ചരന്തി, സന്യാസിമാരാവും, സർവസംഘ പരിത്യാഗികളാവും, ശ്രീശുകരെ പോലെ പരമഹംസന്മാരായി മാറും എന്ന് മനസ്സിലാക്കണം. വെച്ചാൽ എന്ത് വേണം? അതിലൊരു ബുദ്ധി വേണ്ടേ? അത് ഉദ്ധവർക്കേ മനസ്സിലാവുള്ളൂ. ഉദ്ധവരത് കേട്ടിട്ടാണ് മനസ്സിലാക്കിയത് എന്ത്? താൻ എത്ര തുച്ഛൻ. ഇത്രയും കാലം തനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു, താനൊരു പുരുഷനാണെന്നും. ഇവരൊക്കെ സാധാരണ സ്ത്രീകളല്ലേ, ഇവർക്കിപ്പോൾ എന്താ, അവരാ പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് വിൽക്കാന്നല്ലാതെ അങ്ങനെ അവർ ചെയ്യില്ല. പക്ഷേ അല്ലാതെ ഇപ്പോൾ ഇവർക്കിപ്പോൾ എന്താ പറയുക, അവർ സ്കൂളിൽ പോയിട്ടുണ്ടോ? താനാണെങ്കിൽ MA MPhil PhD, എത്ര MA, ധാരാളം PG എടുത്തിട്ടുണ്ട്. ഇവരാണെങ്കിൽ ഒന്നുമില്ല, ഇടയ സ്ത്രീകൾ. ഇവർക്ക് എന്തറിയാം? കൃഷ്ണൻ്റെ കൂടെ കുറച്ച് കാലമൊക്കെ അങ്ങനെ പാട്ടുപാടി നൃത്തം വെച്ചു എന്നല്ലാതെ എന്താപ്പം ഇവർക്ക് ഭഗവാൻ ആരാ മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. താൻ നല്ല ജാതിയിൽ മുന്തിയാളാണ്, ക്ഷത്രിയനാണ്. ഇവരോ ഇവരെ പെണ്ണുങ്ങളല്ലേ, താൻ പുരുഷനാണ്, ഇവർ സ്ത്രീകളല്ലേ, ഇവർ ഗുരുകുലത്തിൽ പോയിട്ടില്ല, ശാസ്ത്രം പഠിച്ചിട്ടില്ല, ഇവർക്ക് ഉപനയനാദി സംസ്കാരമില്ല, ഇവർ പൂണൂലിട്ടിട്ടില്ല, വേദം പഠിച്ചിട്ടില്ല. പക്ഷേ ഇവരെ കണ്ട സമയത്ത് ഇവർ ഈ പറയണത് കേൾക്കുമ്പം തന്നിലില്ലാത്ത എന്തോ ഇവരിലുണ്ട്. എന്ത്? അതാണ് രസം. എന്താണ്? അതാണ് ശാന്തി. തന്നിലില്ലാത്തത് പൂർണ്ണത, അത് ഇവരിലുണ്ട്. തന്നിലോ ശൂന്യത. അഹോയൂയം സ്മ പൂർണ്ണാർത്ഥ. നിങ്ങൾ പൂർണ്ണരാണ്, നിങ്ങൾക്കൊരു കുറവുമില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്നിൽ എന്തോ ഒരു കുറവുണ്ട്. ഇതാണ് ഇല്ലാത്തത്, ഈ ഒരു പൂർണ്ണത എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളുള്ള ശാന്തി എന്നിലേക്ക് ഒഴുകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തല കുനിക്കണം. നല്ല ഒഴുകുള്ളൂ. ഇങ്ങനെ എന്നാ ഒഴുകുമോ? നമ്മളൊന്ന് താഴ്ന്നാലേ ആ കൃപ ഇങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ട് ഗോപികളെ, നിങ്ങളൊന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമോ? ഞാനൊന്ന് നിങ്ങളെ തൊഴുത് നമസ്കരിക്കട്ടെ. പേടിക്കണ്ട, നിങ്ങളെ ഞാൻ തൊട്ട് അശുദ്ധാക്കില്ല. കാരണം എന്താ? എനിക്ക് നിങ്ങളുടെ അത്ര പുണ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ തൊടില്ല. നിങ്ങളുടെ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പൊടിക്ക് നമസ്കാരം. ഒരു പൊടിക്ക് പറയാൻ കാരണം അത്രയ്ക്കേ ഉള്ളൂ ഉദ്ധവൻ. കുറേ പൊടികളുണ്ടാവും, ഇല്ല അത്രയ്ക്കില്ല. ഒരു പൊടിക്ക് ഒപ്പം നിൽക്കാം ഞാൻ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും. നന്ദസ്ത്രീകളുടെ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാദരേണും, സിംഗുലറാ. ഒരു പൊടിക്ക് നമസ്കാരം. എന്തിനാ രേണവഹ എന്ന് പറഞ്ഞൂടെ? ഒരു പൊടിക്ക്, അത്രയേ ഉള്ളൂ. ഉദ്ധവന് ബോധ്യമുണ്ട് താൻ എത്ര ചെറുതാണെന്ന്. യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഗോപി ചരണാരവിന്ദ പരമാണവേ നമ. ഗോപസ്ത്രീകളുടെ ചരണാരവിന്ദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പൊടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിക്കുകയാണ് ആര്? ഉദ്ധവൻ. എന്തിനിപ്പോൾ ഇത്രയും പറഞ്ഞു ചോദിച്ചാൽ ആ ഗോപികൾ നിസ്സാരക്കാരല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ രാസക്രീഡ കേട്ടാൽ മനസ്സിലായിക്കോളും. നമ്മളെന്താ വിചാരിച്ചത്? സാധാരണ സ്ത്രീകൾ അല്ലേ, ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നർത്ഥം. നാരദ മഹർഷി പോലും ഭക്തിയുടെ കാര്യത്തിൽ ഉദാഹരണം ചോദിച്ച സമയത്ത് അവിടെ ഭക്തിസൂത്രത്തിൽ കാണാം, യഥാ വ്രജ ഗോപികാനാം. വ്രജത്തിലെ ഗോപികളെ പോലെ. അതാണ് ഉദാഹരണം. മറ്റുള്ളവരൊന്നും പറഞ്ഞില്ല. ഭക്തനല്ലേ, തൻ്റെ ശിഷ്യനല്ലേ പ്രഹ്ലാദൻ, എന്തേ അവിടെ അത് പറയാഞ്ഞു? ആ പ്രഹ്ലാദനുണ്ട്, അത് ഗോപികളെ പോലെ. എന്താണ്? അപ്പം നമ്മുടെ വൃത്രാസുരനോ ഗോപികളെ പോലെ. എന്നാലും നാരദർ പറയുമ്പോൾ എന്ത് പറഞ്ഞു? വ്രജത്തിലെ ഗോപികളെ പോലെ എന്ന് പറഞ്ഞ അർത്ഥം അവർക്ക് അവരുടെ സുഖവും ദുഃഖവും ഒന്നും പ്രധാനമല്ല. അവർക്ക് ഭഗവാൻ ദുഃഖിക്കരുത്, അവർക്ക് ഭഗവാൻ സുഖമായിട്ടിരിക്കണം. അതിന് കാണാം രാസക്രീഡർ. നമുക്കങ്ങനെയല്ല. നമ്മൾ ഭക്തന്മാരെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ കഥ എന്താ വെച്ചാൽ ഭഗവാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എൻ്റെ കാര്യം ഭഗവാൻ കുറച്ച് വേർത്താൽ സാരമില്ല, എൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണം. എന്നിട്ട് നമ്മൾ ഭക്തി എന്ന് പറയുകയാണ്. അതൊന്നല്ല ഭക്തി. ഗോപികളെ കാണാനേ അവർക്ക് ഭഗവാൻ വിഷമിക്കരുത് എന്നുള്ള വിചാരമാണ്. ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങ് ഓടി നടക്കുമ്പോൾ അങ്ങയുടെ കുഞ്ഞിക്കാല് കല്ലും മുള്ളും കൊണ്ട് വേദനിക്കോ കൃഷ്ണ, അതുകൊണ്ട് ഞങ്ങളിനി അന്വേഷിക്കൽ നിർത്തി. നിന്നെ വേണ്ടായിട്ടല്ല, കാരണം നീ ഞങ്ങളെ പറ്റിക്കാൻ ഓടി നടക്കുമ്പോൾ നിനക്ക് വേദനയാവുമോ എന്ന് ഞങ്ങൾക്ക് പേടി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ കിട്ടിയില്ലെങ്കിൽ നീ വേദനിക്കരുത്. തൽ സുഖസുഖിത്വം തൽ ദുഃഖ ദുഃഖിത്വം തന്മയത, തന്മയീഭാവം. ഭഗവാൻ വേറെ ഞാൻ വേറെ നില്യാതിയായി. അവർ ദുഃഖിക്കണത് തന്നെ ഭഗവാൻ അവിടെ ദുഃഖിക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഉദ്ധവർ വന്ന് ഭഗവാൻ സമാധാനമായിട്ടിരിക്കുന്നു കേട്ടപ്പോഴേക്കും ആരുടെ ദുഃഖം പോയി? ഗോപികൾക്ക് പിന്നെ ദുഃഖമില്ല. കാരണം മൂപ്പരവിടെ സുഖമായിട്ടിരിക്കുക, എന്നാൽ പിന്നെ ഞങ്ങൾ സുഖമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഗോപികളെ കാണാതെ കൃഷ്ണൻ ദുഃഖിച്ചിരിക്കുകയാണോ എന്ന് ഭയന്നിട്ടാണ് ദുഃഖം. അവിടെ അവർക്ക് പ്രധാനം ഭഗവാൻ സുഖമായിട്ടിരിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാലുള്ള ഭക്തി.
അതിലേക്ക് ഭഗവാൻ അവരെ മെല്ലെ മെല്ലെ ഉയർത്തി. പിന്നെ ആ രാസാനുഭവം, രാസം എന്ന് പറഞ്ഞാൽ സന്യാസിമാർ, സർവസംഘ പരിത്യാഗികൾ, അങ്ങനെ ജീവൻ മുക്തന്മാർ അനുഭവിക്കുന്ന രസം എന്ത് എന്നറിയാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? അവരൊക്കെ ഇപ്പോൾ എന്ത് രസം അനുഭവിക്കണത്? അപ്പോൾ നമുക്ക് പരിചയമുള്ള രസം ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് പറഞ്ഞുതരികയാണ്. ഉപനിഷത്തിൽ അങ്ങനെ കാണാം. സാധു യുവ ഒരു ചർച്ച നടക്കുകയാണ്. ഒരു സിദ്ധൻ അല്ലെങ്കിൽ ഒരു യോഗി അല്ലെങ്കിൽ ഒരു സന്യാസി എത്ര കണ്ട് ആനന്ദം അനുഭവിക്കുന്നുണ്ട്, ഒരു ജീവൻ മുക്തൻ എന്ന് ചോദ്യം വരുമ്പോൾ അവിടെ യുവാവായിട്ടിരിക്കുക അല്ലെങ്കിൽ യുവതിയായിട്ടിരിക്കുക. അവിടെ യുവാവ് എന്നാണ് പറയുന്നത്. കാരണം പുരുഷന്മാരാണതൊക്കെ ഉപനിഷത്തൊക്കെ കൂടുതലും അക്കാലത്ത് നോക്കുന്നത്. അതും സാധു യുവ, നല്ല ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, അപ്പോൾ നല്ല സുഖം അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. അയാൾ നല്ലോണം പഠിപ്പുണ്ട്. എന്തുണ്ട്? നല്ല പഠിപ്പുണ്ട്. കല്യാണം കഴിഞ്ഞു, പറഞ്ഞാൽ കേൾക്കണ ഭാര്യ, സുന്ദരി, മക്കളൊക്കെ ഉണ്ട്, അതും പറഞ്ഞാൽ കേൾക്കും, നല്ല സ്വഭാവം, നല്ലോണം പഠിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ, ജോലിയുണ്ട്, നല്ല ജോലി, നല്ല ശമ്പളം ഒക്കെ നമുക്കൊരു സുഖം മനസ്സിലാവണില്ലേ അല്ലേ? വീട്ടിൽ നല്ല അന്തരീക്ഷം, അച്ഛനും അമ്മയൊക്കെ, അമ്മായിമ്മ മരുമകളായിട്ട് നല്ല യോജിപ്പ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ വളരെ വളരെ സന്തോഷത്തോടു കൂടി നല്ല ധനം ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ, രോഗമൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരാൾ എത്ര കണ്ട് സുഖം അനുഭവിക്കുന്നുണ്ടാവും? അതിൻ്റെ 100 ഇരട്ടിയാണ് ദേവന്മാർ അനുഭവിക്കുന്നത്, അതിൻ്റെ 1000 ഇരട്ടിയാണ് ബ്രഹ്മാവ് അനുഭവിക്കുന്നത്, അതിൻ്റെ 1000 10,000 എന്നൊക്കെ പറഞ്ഞ അവസാനം പറയും അത്ര അധികമാണ് ആരനുഭവിക്കുന്നത്? ഒരു സന്യാസി അനുഭവം അല്ലെങ്കിൽ ഒരു ജീവൻ മുക്തൻ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നല്ല അർത്ഥം കേട്ടോ. ഇതൊന്നല്ല അനുഭവിക്കണം. നമുക്ക് മനസ്സിലാവണം മറ്റ് പറയുക, നമുക്ക് മനസ്സിലാവണം മറ്റ്, നമുക്ക് പറയണ അനുഭവം. ചായ കുടിച്ചാൽ അത്ര രസം ഉണ്ടാവും അല്ലേ? ഇല്ലേ? പറയാൻ നിർത്താം. ചായ തോന്നുന്നുണ്ട്, അവിടെ എന്തോ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിചയം ചായ കുടിക്കണ രസവും മാന്തണ സുഖം, ചൊറിയണ സുഖം, ചൊറിയുമ്പോൾ നല്ല സുഖമല്ലേ? നമുക്കിപ്പോൾ ഈ വക സുഖങ്ങളെ അറിയുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് പരിചയമുള്ളൊരു സുഖം വെച്ചിട്ട് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് നല്ല പരിചയമുണ്ട് മറന്നുപോയൊരു സുഖം. ഉറങ്ങാൻ നല്ല സുഖമല്ലേ? അതെ. പക്ഷെ ഓർമ്മയിലുണ്ടോ? ഇല്ല, മറന്നു പോവാണ്. എന്നും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഉണർന്നാൽ ഉറങ്ങിയ കാര്യം നമ്മൾ എന്ത് ചെയ്യും? അവിടെ അനുഭവിച്ചതൊക്കെ നമ്മൾ പാടെ മറന്നു. അത് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പകൽ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? അന്വേഷിക്കുമായിരുന്നു. അതെവിടെ പോയി, എവിടെ മിസ്സായി എന്ന് അന്വേഷിക്കുമായിരുന്നു. നമ്മളത് അന്വേഷിച്ച് വന്നിരുന്നവരാ. ഉണർന്നിരിക്കുമ്പോഴും കിട്ടുമോ നോക്കട്ടെ, ആ ഉറങ്ങണ സുഖം ഉണർന്നിരിക്കുമ്പോഴും കിട്ടുമോ നോക്കട്ടെ. അതാണ് രാസം. ഒന്നിനെയും ആശ്രയിക്കാതെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ സ്വരൂപം തന്നെ എന്താണ്? സുഖസ്വരൂപൻ ആണ് നമ്മൾ, ആനന്ദസ്വരൂപമാണ് നമ്മളൊക്കെ. കൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ, അല്ലയോ അമൃതത്വത്തിൻ്റെ അരുമക്കിടാങ്ങളെ, ഇതാണ് നമ്മളെ വിളിക്കുക. നമ്മളൊക്കെ അമൃതസ്വരൂപന്മാരാണ്, ആനന്ദസ്വരൂപികളാണ്. അത് മറുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ കറുപ്പ് മറ ഉണ്ടാവും ചിലർക്ക്, ചിലത് കടന്നിട്ടുണ്ടാവും, ചുവന്ന മറയാവും, ചിലർ അതും കടന്നിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ഗ്ലാസ് ഉണ്ട്, അതും കൂടി പൊട്ടിക്കണം, എന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ആ ആനന്ദം, ആ തെളിച്ചം അനുഭവിക്കാൻ സാധിക്കും. അത് പറ്റട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് ബാക്കി ഭാഗം നേരിട്ട് ആ 5 അധ്യായത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കണ്ണനെ കാണാനിന്നെന്തു ഭംഗി, മരതകവർണ്ണനൻ ഗുരുവായൂരോമല, കണ്ണനെ കാണാനിന്നെന്തു ഭംഗി, ഒട്ടുന്നൊരുങ്ങിയ നല്ല ഭംഗി, ഇനിയൊരുങ്ങിയില്ലെങ്കിലും ഭംഗി തന്നെ, ഒട്ടുന്നൊരുങ്ങിയ നല്ല ഭംഗി, ഇനിയൊരുങ്ങിയില്ലെങ്കിലും ഭംഗി തന്നെ, മരതകവർണ്ണനൻ ഗുരുവായൂരോമല, കണ്ണനെ കാണാനിന്നെന്തു ഭംഗി, മഞ്ഞപ്പട്ടാടയുടുത്താൽ ഭംഗി, മന്ദാരമാലയണിഞ്ഞാൽ ഭംഗി, മഞ്ഞപ്പട്ടാടയുടുത്താൽ ഭംഗി, മന്ദാരമാലയണിഞ്ഞാൽ ഭംഗി,
സുചാർത്തിയാലും ഭംഗി കണ്ണാനിനക്കെല്ലാം ഭംഗി തന്നെ മരതകവർണ്ണനൻ ഗുരുവായൂരോ മന കണ്ണനെ കാണാനിന്തു ഭംഗി പേടിത്തിരുമുടി ചൂടിയാൽ ഭംഗി കോലക്കുഴലു വിളിച്ചാൽ ഭംഗി പേടിത്തിരുമുടി ചൂടിയാൽ ഭംഗി കോലക്കുഴലു വിളിച്ചാൽ ഭംഗി കാലിയെ മേച്ചു നടക്കുന്നതും ഭംഗി കാളിയ നർത്തനമതിലേ ഭംഗി കാളിയെ മേച്ചു നടക്കുന്നതും ഭംഗി കാളിയ നർത്തനമതിലേ ഭംഗി മരതകവർണ്ണനൻ ഗുരുവായൂരോ മന കണ്ണനെ കാണാനിന്തു ഭംഗി ഒട്ടൊന്നൊരുങ്ങിയ നല്ല ഭംഗി ഇനി ഒരുങ്ങിയില്ലെങ്കിലും ഭംഗി തന്നെ മരതകവർണ്ണനൻ ഗുരുവായൂർ